എല്ലാവർക്കും നമസ്കാരം. 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ ഒന്നാമത്തെ ചാപ്റ്റർ ഏതാണ്? നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമറിസം. ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമറിസം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. ഇതിന്റെ ഒരു റിവിഷൻ ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യമേ പഠിക്കാനുള്ളത് ആൽക്കെയിൻസ്. ആൽക്കെയിൻസിന്റെ പേരെങ്ങനെയാണ്? ഇത് നോമൻക്ലേച്ചർ ഓഫ് ആൽക്കെയിൻസ് വിത്ത് 1 ബ്രാഞ്ച്. ഒരു ബ്രാഞ്ചുള്ള ആൽക്കെയിൻസിന് എങ്ങനെയാണ് നമ്മൾ പേര് കൊടുക്കുന്നതെന്ന്. അപ്പൊ അതിന് മുന്നേ നമ്മളെ വേർഡ് റൂട്ടൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചാണ്. വേർഡ് റൂട്ടിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം കേട്ടോ. 1 ആണെന്നാണ് ഒരു കാർബണാറ്റ് ആവുകയാണെങ്കിൽ മെത്താണ്, 2 ആണെങ്കിൽ എത്താണ്, 3 പ്രൊപ്പ്, 4 ബ്യൂട്ട്, 5 പെന്റ്, 6 ഹെക്സ്, 7 ഹെപ്റ്റ് കേട്ടോ. അത്യാവശ്യം 7 എണ്ണം വരെയെങ്കിലും അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പം നമ്പർ ഓഫ് കാർബണാറ്റും അതിന്റെ വേർഡ് റൂട്ടും അറിഞ്ഞിരിക്കുക. അപ്പം ഒരു ബ്രാഞ്ച് ഉള്ള ഒരു ആൽക്കൈൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എപ്പോഴും ആദ്യമേ നോക്കേണ്ടതെന്ന് വെച്ചാൽ ആ മെയിൻ ചെയിൻ കണ്ടുപിടിക്കുക. മെയിൻ ചെയിൻ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് കാർബണാറ്റം, അതായത് കാർബണാറ്റം കൂടുതലുള്ള ചെയിൻ ആണ് നമ്മൾ ആദ്യമേ കണ്ടുപിടിക്കേണ്ടത്. ലോങ്സ്റ്റ് ചെയിൻ കണ്ടോ, ലോങ്സ്റ്റ് ചെയിൻ കണ്ടെയ്ൻ മാക്സിമം നമ്പർ ഓഫ് കാർബണാറ്റം, അതായത് മാക്സിമം നമ്പർ ഓഫ് കൂടുതൽ നമ്പർ കാർബണാറ്റമുള്ള ലോങ്സ്റ്റ് ചെയിൻ നമ്മൾ ആദ്യമേ കൺസിഡർ ചെയ്യുക. എന്നിട്ട് നമ്മൾ അതിന് നമ്പറിങ് കൊടുക്കുകയാണ് വേണ്ടത്. മനസ്സിലായോ? നമ്പറിങ് നമുക്ക് 2 രീതിയിൽ കൊടുക്കാം. എന്താ ഇവിടെ കൊടുത്തിരിക്കുന്നത്? 1 2 3 4. ഇവിടെ എങ്ങനെയാണ് തിരിച്ചും കൊടുത്തത്? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് കൊടുക്കാം, അല്ലെങ്കിൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കും കൊടുക്കാം. മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇതാ ഇവിടെ ഒരു CH3 കിടപ്പുണ്ട് അല്ലേ, ഒരു ബ്രാഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്പർ കൊടുക്കുന്നത് എങ്ങനെയായിരിക്കണം? ലോവസ്റ്റ് നമ്പർ ആ ബ്രാഞ്ചിന് വരണം. ബ്രാഞ്ചിൽ വന്നിട്ടുള്ള കാർബണാറ്റം ഉണ്ടല്ലോ, അപ്പൊ അതിന് ലോവസ്റ്റ് നമ്പർ വരത്തക്ക രീതിയിൽ വേണം നമ്മൾ നമ്പറിങ് കൊടുക്കാൻ. മനസ്സിലാക്കോട്ടെ. അപ്പൊ ആദ്യമേ നമ്മൾ ലോങ്സ്റ്റ് ചെയിൻ കണ്ടുപിടിക്കുക, ദെൻ നമ്പർ കൊടുക്കുക. നമ്പർ എടുക്കുമ്പോൾ ബ്രാഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബ്രാഞ്ചിന് എന്താണ്? ലോവസ്റ്റ് നമ്പർ കൊടുക്കണം. ഇതാ ഇവിടെ കൊടുത്തിരുന്നത് ഇങ്ങനെ 1 2 3. ഇവിടെ വന്നപ്പോൾ 3 ആണ് വന്നത്. അങ്ങനെ കൊടുക്കാൻ പാടില്ല. ഇവിടെ നോക്കിയേ 1 2. ഇതാണ് കറക്റ്റ് വേ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ബ്രാഞ്ചിന് അവിടെ ലോവസ്റ്റ് നമ്പർ വരണം. അതുപോലെ തന്നെ നമ്മൾ ആൽക്കൈൽ ഗ്രൂപ്പിന്റെ പേര് കേട്ടോ, അത് കൊടുക്കുക. ഒരു കാർബണാറ്റ് ആണെങ്കിൽ മീഥൈൽ എന്ന് കൊടുക്കുക, 2 ആണെങ്കിൽ ഈഥൈലാണ്, 3 പ്രൊപ്പൈൽ കേട്ടോ. അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പേരെന്ത് വരും? 2ലാണ് ബ്രാഞ്ച് വരുന്നത് അല്ലേ. അപ്പൊ നമ്മൾ എഴുതണം. അപ്പോൾ എഴുതുന്നതിനും ഒരു മെത്തേഡ് ഉണ്ടല്ലേ. എങ്ങനെയാണ് എഴുതുന്നത്? ദാ നോക്കോട്ടെ. പൊസിഷൻ നമ്പർ ഓഫ് ദി ബ്രാഞ്ച്. ബ്രാഞ്ചിന്റെ പൊസിഷൻ നമ്പർ ആദ്യമേ നോക്കുക. അതാ ഇവിടെ ഏതാണ്? 2 ആണ്, അത് കൊടുക്കുക. പിന്നെ നമ്മൾ ഹൈഫൺ ഇടുക. അപ്പൊ ഇവിടെ ഇങ്ങനെ 2 വരും, ഹൈഫൻ ഇടുക. പിന്നെ നെയിം ഓഫ് റാഡിക്കൽ, അവിടെ ബ്രാഞ്ച് ഏതാണെന്ന് നോക്കുക. CH3 ആണല്ലേ. അപ്പൊ ഏത് വരും? മീഥൈൽ എന്ന് വരും ഇല്ലേ, മീഥൈൽ എന്ന് വരും. ദെൻ വേർഡ് റൂട്ട് എത്രയാണ് വരുന്നത്? 4 കാർബണാറ്റം വന്നു. 4 കാർബണാറ്റം വരുമ്പോൾ ഏതാണ് വരുന്നത്? ബ്യൂട്ടാണ് വരുന്നത് അല്ലേ. 4 കാർബണാറ്റം വരുമ്പോൾ ബ്യൂട്ടാണ് വരുന്നത്. പിന്നെ സഫിക്സ് എന്തല്ലേ, ഇതെന്താണ്? ആൽക്കൈൻ ആണ്. അപ്പൊ എങ്ങനെ വരും? സഫിക്സ് എന്ന് പറയുമ്പോൾ ANE വരും. അപ്പം 2 മീഥൈൽ ബ്യൂട്ടൈൻ എന്നാണ് ഇതിന്റെ പേര്. മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ്? ആദ്യമേ നമ്മൾ ലോങ്സ്റ്റ് ചെയിൻ കണ്ടുപിടിക്കുക, കാർബണാറ്റമുള്ള ലോങ്സ്റ്റ് ചെയിൻ കണ്ടുപിടിക്കുക. ദെൻ നമ്പറിങ് കൊടുക്കുന്നത് എങ്ങനെയാണ്? ബ്രാഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബ്രാഞ്ചിന് നമ്മൾ ലോവസ്റ്റ് നമ്പർ കൊടുക്കണം. പിന്നെ ദാ ഈ ഒരു മെത്തേഡിൽ പൊസിഷൻ നമ്പർ കൊടുക്കുക, ഹൈഫൻ ഇടുക. പിന്നെന്താണ്? റാഡിക്കൽ, ആ ബ്രാഞ്ചിന്റെ പേര് കൊടുക്കുക. പിന്നെ വേർഡ് റൂട്ടും സഫിക്സും വെച്ച് കൊടുക്കുക. മനസ്സിലായല്ലോ? എക്സാമ്പിൾസ് നോക്കാമേ. ഇതാ ഇവിടെ തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. എന്താ? അപ്പൊ ലോങ്സ്റ്റ് ചെയിൻ വരണം. ലോങ്സ്റ്റ് ചെയിൻ വേണമെങ്കിൽ ഇതാ ഇവിടെയാണ് ബ്രാഞ്ച് ഉള്ളത് അല്ലേ. അപ്പൊ ലോങ്സ്റ്റ് ചെയിൻ വരുവാണെങ്കിൽ നേരെ തന്നെ നമുക്ക് എടുത്തേച്ചാൽ മതി. അപ്പൊ ശ്രദ്ധിക്കണം എങ്ങനെയാണ്? ബ്രാഞ്ച് ഇവിടെ വന്നിട്ടുണ്ട്. ബ്രാഞ്ചിന് നമുക്ക് ലോവസ്റ്റ് നമ്പർ വരണം. മനസ്സിലാവുന്നല്ലോ പറഞ്ഞ്. അപ്പൊ നമുക്ക് എങ്ങനെ കൊടുക്കാം? എന്താ ഇങ്ങനെ കൊടുക്കാം. 1 2 3 4 5 6 ഇങ്ങനെ വരും ഇല്ലേ. ഇനി നോക്കുക, നമ്പർ വന്നിരിക്കുന്നതാണ്, ബ്രാഞ്ചിന് വന്നിരിക്കുന്നത് 2 ആണ് വന്നിരിക്കുന്നത്. 2 ഇടുക, ഹൈഫൻ ഇടുക. ദെൻ എന്താണ്? മീഥൈൽ ആണല്ലോ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ എങ്ങനെ എഴുതാം? 2 മീഥൈൽ അല്ലേ, 2 മീഥൈൽ. ദെൻ എത്ര കാർബണാറ്റം ഉണ്ട്? 6 കാർബണാറ്റം. അതായത് വേർഡ് റൂട്ട് എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ഹെക്സ് ആണ് വരുന്നത് അല്ലേ. വേർഡ് റൂട്ട് ഹെക്സ് ആണ് വരുന്നത്. പിന്നെ അതിന്റെ സഫിക്സും ANE വരും. എല്ലാം സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ആൽക്കൈൻ ആണ്. അപ്പൊ എങ്ങനെ വരും? 2 മീഥൈൽ ഹെക്സൈൻ എന്നാണ് വരുന്നത്. മനസ്സിലായല്ലോ? അടുത്തത് നോക്കാം. അടുത്ത എങ്ങനെയാന്ന് നോക്കിയേ. ഇതാ കാർബൺ. അടുത്ത എങ്ങനെയാന്ന് നോക്കിയേ. ബ്രാഞ്ച് ദാ ഇവിടെയാണോ? നമ്മൾ ഇങ്ങനെ 1 2 3 4 ഇങ്ങനെ ഇട്ടാ 3 വരും. തിരിച്ചു വരണ്ടേ? നമുക്ക് ചെറിയ നമ്പർ അല്ലേ വരണം. അപ്പൊ തിരിച്ചു കൊടുക്കണം. അതായത് 1 2 3 4 ഈ രീതിയിലാണ് കൊടുക്കേണ്ടത്. അപ്പൊ 2ലാണ് ബ്രാഞ്ച് വന്നത്. അപ്പം 2 മീഥൈൽ അല്ലേ, മീഥൈലാണ് അവിടെ വന്നിരിക്കുന്നത്. CH3 അല്ലേ. 2 മീഥൈൽ. വേർഡ് റൂട്ട് എത്ര വരും? 4 വന്നു. അപ്പൊ എന്താണ് പിന്നെ ബ്യൂട്ടാണ് വരുന്നത് അല്ലേ. അപ്പം ബ്യൂട്ട് പിന്നെ ആൽക്കൈൻ്റെ ഇല്ല, സഫിക്സ് ആൽക്കൈൻ ആണ്. അപ്പം 2 മീഥൈൽ ബ്യൂട്ടൈൻ എന്ന് വന്നു.
അടുത്തത് നോക്കി എങ്ങനെ നമുക്ക് നമ്പറിങ് കൊടുക്കാൻ നോക്കുക. നേരെ കൊടുത്തു കഴിഞ്ഞാൽ 1 2 3 4 5 വരും ഇല്ലേ, 5 കാർബണാറ്റ് വരും. ഇതാ ഇങ്ങനെ നോക്കി താഴേന്ന് എടുത്ത് നോക്കിയേ 1 2 3 4 5 6 ഇങ്ങനെ എടുത്ത് 6 വരും ഇല്ലേ. അപ്പൊ നമുക്ക് അങ്ങനെ കൊടുക്കാം 1 2 3 4 5 6 വന്നു. മനസ്സിലായല്ലോ. ഇതാ നോക്കി ഇനി 3യിലാണ് ഇവിടെ ഒരു മീഥൈൽ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, 3 ഇല്ലേ, 3 മീഥൈൽ. 3 മീഥൈൽ എങ്ങനെ വരും, 6 കാർബൺ ആറ്റാണുള്ളത്, അതുകൊണ്ട് ഹെക്സ് ആണ് വേർഡ് റൂട്ട് വരുന്നത്. ദെൻ ഹെക്സൈൻ, 3 മീഥൈൽ ഹെക്സൈൻ വന്നു. മനസ്സിലായല്ലോ. ഇനി ഒരെണ്ണം കൂടെ നോക്കാം. ഇതാന്ന് നോക്കിയേ, നമുക്ക് നേരെ കൊടുക്കുവാണെങ്കിൽ 1 2 3 4 5 വരും ഇല്ല, 5 കാർബണാറ്റ് വേണം വരുന്നത്. ദെൻ വേറെ രീതിയിൽ നോക്കിയാൽ 1 ഇങ്ങനെ കൊടുത്താൽ ഇവിടുത്തേത് സ്റ്റാർട്ട് ചെയ്യണം 1 2 3 4 5, അതും 5 വരും. ഇവിടുന്ന് കൊടുത്താൽ 1 2 3 4 5, അങ്ങനെ കൊടുത്താൽ എങ്ങനെ കൊടുത്താലും 5 ആണ് വരുന്നത്. മനസ്സിലായല്ലോ പറഞ്ഞ്. അപ്പം ലോങ്സ്റ്റ് ചെയിൻ നമുക്ക് നേരെ തന്നെ കൊടുക്കാം, 1 2 3 4 5 ഇങ്ങനെ തന്നെ കൊടുക്കാം. അപ്പം 3ൽ ഇവിടെ ആൽക്കൈൽ ഗ്രൂപ്പ് ഏത് വന്നു, CH2 CH3 വന്നില്ലേ, ഈഥൈലാണ് വന്നത് അല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ പേര് കൊടുക്കാം, 3 ഈഥൈൽ അല്ലേ. 3 ഈഥൈൽ വേർഡ് റൂട്ട് എന്നാണ്, പെന്റ് ആണ് വരുന്നത് അല്ലേ. 3 ഈഥൈൽ നമുക്ക് എങ്ങനെ എഴുതാം, പെന്റെയിൻ എഴുതാം. അപ്പം ഈ രീതിയിലാണ് നമ്മൾ പേര് കൊടുക്കേണ്ടത് ഒരു ബ്രാഞ്ച് ഉള്ള കേസിൽ. മനസ്സിലായല്ലോ. ഇനി ഇതുപോലെ തന്നെ പേര് തന്നിട്ട് സ്ട്രക്ചർ വരയ്ക്കാൻ ചോദിക്കാറുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പേര് തരും, എന്നിട്ട് എന്താണ് വരയ്ക്കാൻ ചോദിക്കുന്നത്, സ്ട്രക്ചർ വരയ്ക്കാൻ ചോദിക്കാറുണ്ട്. അപ്പൊ അതും കൂടെ നമുക്കൊന്ന് നോക്കാം. അതിനെ കൊടുത്തിരിക്കുന്നത് നോക്കിയേ, 2 മീഥൈൽ പ്രൊപ്പൈൻ എന്നാണ്, 2 മീഥൈൽ പ്രൊപ്പൈൻ എന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ അത് നോക്കുക, പ്രൊപ്പൈൻ വന്നിട്ടുണ്ട്. പ്രൊപ്പ് എന്ന് പറയുമ്പോൾ എത്ര കാർബൺ ആറ്റമാണ്, 3 കാർബൺ ആറ്റം വരും ഇല്ല. അപ്പൊ നമ്മൾ 3 കാർബൺ ആറ്റം അവിടെ എഴുതുക. നോക്കിയേ, ഇനി 2ലാണ് മീഥൈൽ വന്നത്, അതായത് ബ്രാഞ്ച് മീഥൈൽ വരുന്നുണ്ട്. അത് എത്രയിലാണ്, 2ലാണ് വന്നത്. അപ്പൊ ഇവിടെ എടുക്കാം ഇല്ല. ദാ ഇവിടെ നമുക്ക് എന്താണ് ഒരു മീഥൈൽ ഗ്രൂപ്പ് എടുക്കാം, CH3. മനസ്സിലായല്ലോ. ഇനി ബാക്കി ഹൈഡ്രജൻ ഫില്ല് ചെയ്യുക. അതാ ഇവിടെ ഒരെണ്ണാണുള്ളത്. അപ്പൊ നമുക്ക് CH3 കൊടുക്കാം. ഇവിടെ 1 2 3 ഉണ്ട് ഇല്ലേ. അപ്പൊ ഒരെണ്ണം കൂടെ കൊടുത്തു വെച്ചാൽ മതി, CH കൊടുത്തു വെച്ചാൽ മതി. ദെൻ ഇവിടെ 1 ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് CH3 എന്ന് കൊടുക്കാം. അപ്പൊ വരച്ചല്ലോ സ്ട്രക്ചർ. ഇനി അടുത്ത് നോക്കിയേ, 3 മീഥൈൽ ഹെപ്റ്റൈൻ ആണ്. ഹെപ്റ്റൈൻ വരുമ്പോൾ എത്ര കാർബൺ ആറ്റം വരും, 7 കാർബൺ ആറ്റം വരും ഇല്ല. അപ്പൊ നോക്കാം, 1 2 3 4 5 6 7 അല്ലേ, 7 കാർബൺ ആറ്റം വന്നു. ഇനി എവിടെയാണ് മീഥൈൽ ഗ്രൂപ്പ് ആണ് വന്നത്, എവിടെയാണ്, 3ലാണ് അല്ലേ. അപ്പൊ നമുക്ക് ദാ ഇവിടെ കൊടുക്കാം, ദാ ഇവിടെ ഒരു CH3 കൊടുക്കാം. മനസ്സിലായല്ലോ. ബാക്കി എല്ലായിടത്തും ഹൈഡ്രജൻ ഫില്ല് ചെയ്യുക. ഹൈഡ്രജൻ ഫില്ല് ചെയ്യുമ്പോൾ 4 എണ്ണമാണ് ടോട്ടൽ വരേണ്ടത് അല്ലേ. ദാ ഇവിടെ ഒരെണ്ണം ഉണ്ട്, ഇവിടെ ഒരു ബോണ്ട് ഉണ്ട്. അപ്പൊ നമുക്കിവിടെ 3 മതി. ദാ ഇവിടെ 1 2 ഉണ്ട്, 2 എണ്ണം ഉണ്ട്. അപ്പൊ നമുക്ക് 2 എണ്ണം കൊടുക്കണം, CH2 വരണം. ഇവിടെ 1 2 3 ഉണ്ട്, ഒരു ഹൈഡ്രജൻ കൊടുത്തു വെച്ചാൽ മതി. ഇവിടെ എല്ലാം നോക്കിയേ 2 ആണോ, അപ്പൊ ഇവിടെ എല്ലാം CH2 വരും കേട്ടോ. ഇവിടെ എല്ലാം ഏതാണ് വരുന്നത്, CH2 വരും. ദെൻ അവസാനം ഇവിടെ ഒരെണ്ണേ ഉള്ളൂ, ദെൻ CH3 വരും. മനസ്സിലായല്ലോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സ്ട്രക്ചർ വരയ്ക്കാൻ ചോദിക്കുമ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ വരയ്ക്കണം. ഇനി നമുക്ക് നോക്കാനുള്ളത് നോമെൻക്ലേച്ചർ ഓഫ് ഹൈഡ്രോകാർബൺസ് വിത്ത് മോർ ദാൻ 1 ബ്രാഞ്ച്. ഇപ്പൊ ഒരു ബ്രാഞ്ച് ഉള്ളതല്ലേ കണ്ടത് പേര് കൊടുക്കുന്നത്. ഇനി ഒന്നിൽ കൂടുതൽ ബ്രാഞ്ച് വരുവാണെങ്കിൽ, ഇവിടെ സ്ട്രക്ചർ കൊടുത്തിരിക്കുന്നുണ്ടോ, ഒന്നിൽ കൂടുതൽ ബ്രാഞ്ച് വരുവാണെങ്കിൽ എന്ത് ചെയ്യണം. അപ്പോൾ ഒന്നിൽ കൂടുതൽ ബ്രാഞ്ച് വരുവാണെങ്കിലും നമ്മൾ ലോങ്സ്റ്റ് ചെയിൻ കണ്ടുപിടിക്കുക. അതായത് കൂടുതൽ കാർബണാറ്റമുള്ള ലോങ്സ്റ്റ് ചെയിൻ നമ്മൾ ആദ്യമേ കണ്ടുപിടിക്കുക. മനസ്സിലാവുന്നുണ്ടല്ലോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്പറിങ് കൊടുക്കണം. നമ്പറിങ് കൊടുക്കുമ്പോഴും നമുക്കറിയാം ഇവിടെ 2 ദേ കണ്ടില്ലേ, മീഥൈൽ ഗ്രൂപ്പ് ഇവിടെ 2 എണ്ണം വന്നിട്ടുണ്ട്. അപ്പൊ നമ്പറിങ് നമ്മൾ കൊടുക്കുമ്പോൾ ഇതാണ് ലോവസ്റ്റ് നമ്പർ വരണം. ഒരു മീഥൈൽ ഗ്രൂപ്പിന് അല്ലെങ്കിൽ ആ ബ്രാഞ്ചിലുള്ള മീഥൈൽ ഗ്രൂപ്പിന് ലോവസ്റ്റ് നമ്പറിങ് വരുന്ന രീതിയിൽ വേണം നമ്മൾ പേര് കൊടുക്കാൻ. മനസ്സിലായല്ലോ. അപ്പൊ അത് എങ്ങനെ കൊടുത്താൽ, ഇങ്ങനെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് കൊടുത്താൽ നോക്കിയേ 1 2 3 4 5 6 എന്ന് വരും. അപ്പൊ തന്നെ നോക്കിയേ 3യിലും കൊടുത്ത് കാണിക്കാം കേട്ടോ. 1 2 3 4 5 6 3യിലും 5യിലും വന്നിട്ടുണ്ട്. തിരിച്ചു കൊടുത്താലോ 1 2 3 4 5 6. ഇവിടെ നോക്കിയേ 2ലാണ് ബ്രാഞ്ച് വന്നിട്ടുള്ളത്, ഇവിടെ 3യിൽ ബ്രാഞ്ച് വന്നു. അപ്പൊ ഏതാണ് നമുക്ക് അഡോപ്റ്റ് ചെയ്യേണ്ടത്, ഈ മെത്തേഡാണ് അഡോപ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഓർത്തിരിക്കുക, ഒരു ഹൈഡ്രോ കാർബണിൽ ഒന്നിൽ കൂടുതൽ ബ്രാഞ്ച് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ലോങ്സ്റ്റ് ചെയിൻ കണ്ടുപിടിക്കുക. പിന്നെ എങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടത്, ഏത് റൈറ്റോ ലെഫ്റ്റോ കൊടുക്കാം. പക്ഷെ എന്താണ് ലോവസ്റ്റ് നമ്പർ ബ്രാഞ്ചിന്, ആദ്യം വരുന്ന ബ്രാഞ്ചിന് ലോവസ്റ്റ് നമ്പർ വരുന്ന രീതിയിൽ വേണം കൊടുക്കാൻ ഇല്ലേ. അപ്പം ഈ മെത്തേഡ് തെറ്റാണ് കേട്ടോ, ഈ മെത്തേഡ് തെറ്റാണ്, ഇതാണ് കറക്റ്റ് വേ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ പേരെങ്ങനെ വരും, 2ലും ഉണ്ട് 3ലും ഉണ്ട്.
മനസ്സിലാവുന്നുണ്ട്? 2-ലും ഉണ്ട് 3-ലും ഉണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതണം? 2,3 ദെൻ ഹൈഫൻ ഇടുക. പിന്നെ ഏത് ഗ്രൂപ്പാണ് ഇവിടെ വന്നത്? മീഥൈലാണ്. ആ മീഥൈൽ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട് അല്ലേ? അപ്പൊ 2 എണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡൈ എന്ന് കൊടുക്കുക. ഇനി 3 എണ്ണം ഉണ്ടെങ്കിൽ ട്രൈ എന്ന് കൊടുക്കുക. 4 എണ്ണം ഉണ്ടെങ്കിൽ ടെട്ര എന്ന് കൊടുക്കുക. മനസ്സിലാവുന്നുണ്ട്? എത്ര മീഥൈൽ ഗ്രൂപ്പ് ഉണ്ടോ അതനുസരിച്ച് നമ്മൾ കൊടുക്കണം. അപ്പൊ ആദ്യമേ നമ്പർ കൊടുത്തു, ഹൈഫൻ കൊടുത്തു. 2 മീഥൈൽ ഗ്രൂപ്പാണ് ഇവിടെ വന്നത്. എന്നിട്ട് നമ്മൾ എങ്ങനെ കൊടുക്കണം? ഡൈ മീഥൈൽ അല്ലെ? ഡൈ മീഥൈൽ. പിന്നെ കാർബൺ ആറ്റം എത്രയാണ്? 6 ആണ് അല്ലെ? ഡൈ മീഥൈൽ. അപ്പൊ എങ്ങനെ വരും? ഹെക്സൈൻ എന്ന് വരും. ഡൈ മീഥൈൽ ഹെക്സൈൻ. മനസ്സിലായോ? ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് 2-3 എക്സാമ്പിൾസ് നോക്കാം കേട്ടോ. ഇതാ ഇവിടെ നോക്കിയേ, ഇതാ ഇവിടെ ഒരു ഹൈഡ്രോ കാർബൺ തന്നിട്ടുണ്ട്. നമ്പറിങ് കൊടുക്കുക. നമ്പറിങ് കൊടുക്കണം നമ്മൾ ആദ്യമേ നോക്കുക കേട്ടോ. ഇതാ ഇവിടെ 3 മീഥൈൽ ഗ്രൂപ്പാണ് വന്നിട്ടുള്ളത്. 3 മീഥൈൽ ഗ്രൂപ്പ് വന്നിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് നമ്പർ എഴുതി നോക്കുക. അപ്പം ബ്രാഞ്ച് വരുന്നത്, ആദ്യത്തെ ബ്രാഞ്ച് വന്ന് ലോവസ്റ്റ് നമ്പർ വരണം. ഇതാ ഇവിടെ നോക്കിയേ, ഈ ഒരു കേസിൽ ഇതാ ഇവിടെ വന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഇതിൽ ബ്രാഞ്ച് വന്നിട്ടുണ്ട് അല്ലേ? രണ്ടാമത്തെ ഇതിൽ ബ്രാഞ്ച് വന്നിട്ടുണ്ട്. ദെൻ ഇവിടെ തിരിച്ച് ഇങ്ങനെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ, ഈ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ രണ്ടാമത്തെ ബ്രാഞ്ചിലും പിന്നെയും വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു രണ്ടും സെയിം രീതിയിൽ വരുവാണെന്നുണ്ടെങ്കിൽ എന്ത് എഴുതണം? പിന്നെയും ബ്രാഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ലോവസ്റ്റ് നമ്പർ കൊടുക്കണം. ഇതാ ഇവിടെ നിന്ന് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ ഇതാ നോക്കിയേ, ഈ ഒരു മെത്തേഡ് കൊടുക്കുവാണെങ്കിൽ 2Aലും 4Aലും വരുന്നത് അല്ലേ? 2Aലും 4Aലും വന്നു. തിരിച്ച് ഇങ്ങനെ കൊടുക്കുവാണെങ്കിൽ ഏത് വരും? 2 കഴിഞ്ഞിട്ട് 3 അല്ലേ? 2 കഴിഞ്ഞിട്ട് 3, 2ഉം 4ഉം ഇവിടെ 5ഉം വരുന്നുണ്ട്. അതേസമയം ഇവിടെ എങ്ങനെയാണ്? 2 കഴിഞ്ഞിട്ട് 3 വരുന്നുണ്ട്, എന്നിട്ടാണ് 5ലേക്ക് വരുന്നത്. മനസ്സിലാവുന്നത്? അപ്പം ഈ ഒരു മെത്തേഡ് ആയിരിക്കണം നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത്. ലോവസ്റ്റ് നമ്പർ വരുന്ന രീതിയിൽ അഡോപ്റ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പേര് നമ്മൾ എങ്ങനെ എഴുതാൻ സാധിക്കും? അപ്പൊ നമുക്ക് ഇതാണ്, ഈ ഒരു താഴെ കൊടുത്തിരിക്കുന്ന ഈ ഒരു മെത്തേഡാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. അപ്പം 2L ഉണ്ട്, ദെൻ 3L ഉണ്ട്, പിന്നെ ഏതാണ്? 5L ഉണ്ട് അല്ലേ? അപ്പൊ 235 കൊടുക്കുക, ഹൈഫൻ ഇടുക. 235 3 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ടല്ലോ. അപ്പൊ എങ്ങനെ എഴുതണം? ട്രൈ മീഥൈൽ കേട്ടോ. ട്രൈ മീഥൈൽ. ദെൻ എത്ര കാർബൺ ആറ്റമാണ്? 6. അപ്പൊ എങ്ങനെയാണ്? ട്രൈ മീഥൈൽ ഹെക്സൈൻ എന്നാണ് ഇതിന്റെ പേര് വരുന്നത്. ഈ ഒരു രീതിയിൽ അഡോപ്റ്റ് ചെയ്യലോട്ടോ. ഈ ഒരു മെത്തേഡിൽ എടുക്കല് ലോവസ്റ്റ് നമ്പർ വരുന്ന രീതിയിൽ എടുക്കുക. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തൊരു കേസ് നോക്കിയേ, ഇതാ ഇവിടെ വന്നു ഇല്ലേ? ഇവിടെ നമ്മൾ ലോങ്സ്റ്റ് ചെയ്യാൻ നമുക്ക് ഇങ്ങനെ തന്നെ കൊടുക്കാം, 1 2 3. അപ്പൊ 2L 2 മീഥൈൽ ഗ്രൂപ്പ് വന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ 2L ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എഴുതണ്ടേ 2L 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പം 2 2 എന്ന് എഴുതുക. 2L 2 പ്രാവശ്യം വന്നതുകൊണ്ട് 2 മീഥൈൽ ഗ്രൂപ്പ് വന്നിട്ടില്ലേ? അതുകൊണ്ട് 2 2 എന്ന് എടുക്കുക. എത്രയാണ്? ഡൈ കേട്ടോ. 2 2 ഡൈ മീഥൈൽ എന്നാണ് എഴുതേണ്ടത്. 2 2 ഡൈ മീഥൈൽ. എത്ര വരും? പ്രൊപ്പെയിൻ അല്ലേ? പ്രൊപ്പാണ് വേഡ് റൂട്ട് വരുന്നത്. അപ്പൊ പ്രൊപ്പെയിൻ. മനസ്സിലായല്ലോ? അപ്പൊ ഈ ഒരു രീതിയിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു കാർബണാറ്റിൽ തന്നെ ബ്രാഞ്ചസ് വരുവാണെന്നുണ്ടെങ്കിൽ, ഒരു കാർബണാറ്റിൽ തന്നെ 2 ബ്രാഞ്ചസ് വരുവാണെന്നുണ്ടെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്ത നമ്പർ റിപ്പീറ്റ് ചെയ്യുക. മനസ്സിലാകുന്നുണ്ടോ? പിന്നെ 2 എണ്ണം വന്നിട്ടുണ്ടെങ്കിൽ ഡൈയും കൊടുക്കുക. ആ ഒരു രീതിയിൽ വേണം എഴുതാൻ. ക്ലിയർ ആയല്ലോ? ഇനി ഇതുപോലെ തന്നെ പേര് തന്നിട്ട് എന്താണ് സ്ട്രക്ചർ വരയ്ക്കാൻ ചോദിക്കും. അപ്പൊ അത് നമുക്ക് നോക്കാം. ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ടോ? 2 3 ഡൈ മീഥൈൽ ബ്യൂട്ടേൻ കേട്ടോ. പേരാണ് ഇവിടെ തന്നിരിക്കുന്നത്. പേര് തന്നിട്ട് എന്താണ് സ്ട്രക്ചർ വരയ്ക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ആദ്യത്തെ നോക്കാം. കേട്ടോ, എങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കുന്നത്. 2 3 ഡൈ മീഥൈൽ ബ്യൂട്ടേൻ എന്നാണ് തന്നിരിക്കുന്നത്. ബ്യൂട്ടേൻ എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? 4 കാർബൺ ആറ്റം വരും. അത് ആദ്യമേ എഴുതുക. ബ്യൂട്ടേൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? 4 കാർബൺ ആറ്റം വരും. അത് ആദ്യമേ എഴുതി. ഇനി 2-ലും 3-ലുമാണ് ഇല്ലേ? ഡൈ മീഥൈൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. 2-ലും 3-ലും ഉണ്ട്. അപ്പൊ നമുക്ക് 2-ൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് കൊടുക്കാം, CH3 ഇല്ലേ? മീഥൈൽ കൊടുത്തു. ദെൻ പിന്നെ 3-ല് നമ്മളൊരു മീഥൈലും കൊടുത്തു. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി ബാക്കി ഹൈഡ്രജനെ ഫില്ല് ചെയ്യാം. ഇതാ ഇവിടെ നോക്കി ഒരു അതേ ഉള്ളൂ. അപ്പൊ നമുക്ക് CH3 ഇവിടെ വരും അല്ലെ? ഇവിടെ 1 2 3 ഉണ്ട്. അപ്പൊ ഒരു ഹൈഡ്രജൻ മതി. ഇവിടെയും 1 2 3 ഉണ്ട്. അപ്പം പിന്നെ ഇവിടെ ഒരു ഹൈഡ്രജൻ മതി. പിന്നെ ഇവിടെ ഒരെണ്ണേ ഉള്ളൂ. അപ്പം CH3. അപ്പൊ ഈ രീതിയിലാണ് സ്ട്രക്ചർ വരുന്നത്. മനസ്സിലായല്ലോ? ഇനി അടുത്തത് നോക്കിയേ, 2 3 ഡൈ മീഥൈൽ പെന്റൈൻ എന്ന് വന്നു. പെന്റൈൻ ആണ് ഇല്ലേ? പെന്റൈൻ എന്ന് പറയുമ്പോൾ എത്രയാണ്? 5 കാർബൺ ആറ്റം വരുമല്ലോ. 1 2 3 4 5 കാർബൺ ആറ്റം വന്നു. ഇനി എവിടേക്കാണ്? 2-ലും 3-ലും. ഇതാ ഇവിടെ നമുക്ക് ഒരെണ്ണം കൊടുക്കാം. 2-ല് കൊടുത്തു. ഇതാ 3-ലും ഉണ്ടല്ലേ? അപ്പൊ നമുക്ക് ഇവിടെയും കൊടുത്തു. ബാക്കി ഹൈഡ്രജൻ ഫില്ല് ചെയ്യാം. അതാന്ന് നോക്കി, ഇവിടെ ഒരു ഇതേ ഉള്ളൂ, ബോണ്ടേ ഉള്ളൂ. അപ്പം 3 ഹൈഡ്രജൻ വരണം. CH3. ഇവിടെ 1 2 3 ഉണ്ട്. ഒരു ഹൈഡ്രജൻ മതി. ഇവിടെ എത്രയാണ്? 1 2 3 ഉണ്ട്. അവിടെ ഒരു ഹൈഡ്രജൻ മതി. ഇവിടെ 1 2 എണ്ണം ഉള്ളൂ. അപ്പം 2 കൊടുക്കണം. ഇവിടെ ഒരെണ്ണം ഉള്ളൂ. ദെൻ CH3.
മനസ്സിലായല്ലോ? ഇനി അടുത്ത നോക്കിയേ, 2,3,4 ട്രൈമീഥൈൽ പെൻറ്റേൻ. 2,3,4 ട്രൈമീഥൈൽ പെൻറ്റേൻ എന്നാണ്. പെൻറ്റേൻ ആകുമ്പം ആദ്യമേ നമ്മൾ എത്ര കാർബൺ ആറ്റം വേണം? 5 കാർബൺ ആറ്റം കൊടുക്കുക. 3, 4, 5 കാർബൺ ആറ്റം കൊടുത്തു. മനസ്സിലായല്ലോ? ഇനി എന്താണ്? ട്രൈമീഥൈൽ ആണ്. 3 മീഥൈൽ ഉണ്ട് അല്ലേ? 3 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അത് എവിടെയൊക്കെ വന്നിട്ടുണ്ട്? 2, 3, 4. അപ്പൊ ഇതാ ഇവിടെ കൊടുക്കാം. ഒരെണ്ണം നമുക്ക് ഇവിടെ കൊടുക്കാം. 2A, പിന്നെ 3A അല്ലേ? പിന്നെന്താണ്? 4 വന്നു. മനസ്സിലായല്ലോ? ഇനി ബാക്കി ഹൈഡ്രജൻ ഫില്ല് ചെയ്യുക. ഇവിടെ ഒരെണ്ണം ഉള്ളൂ, അപ്പൊ 3 വരും. 3 ഹൈഡ്രജൻ വരും. ഇവിടെ 3 എണ്ണം ഉണ്ട്, അപ്പൊ ഇവിടെ ഒരെണ്ണം വരും. ഇവിടെ 3 എണ്ണം ഉണ്ട്, ഇവിടെ ഒരെണ്ണം വരും. ഇവിടെ 3 എണ്ണം ഉണ്ട്, അപ്പൊ ഇവിടെ ഒരെണ്ണം വരും. ദെൻ ഇവിടെ ഒരു ഇതേ ഉള്ളൂ, അപ്പൊ ബാക്കി 3. മനസ്സിലായല്ലോ? എളുപ്പമല്ലേ ചെയ്യാൻ? അപ്പൊ ആദ്യമേ നിങ്ങൾ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ആദ്യമേ എത്ര കാർബൺ ആറ്റം ഉണ്ടെന്ന് നോക്കുക. അത് ആദ്യമേ വരയ്ക്കുക. പിന്നെ എവിടെയൊക്കെയാണ് ബ്രാഞ്ചസ് വരുന്നത് നോക്കുക. ആ നമ്പറിലൊക്കെ ബ്രാഞ്ച് നമ്മൾ കൊടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഒരെണ്ണം കൂടെ നോക്കാവേ. 2,2,3,3 ടെട്രാമീഥൈൽ പെൻറ്റേൻ കേട്ടോ. അപ്പൊ പെൻറ്റേൻ ആണ്. പെൻറ്റേൻ എന്ന് പറയുമ്പോൾ എത്രയാണ്? മുമ്പേ നമ്മൾ കണ്ടപോലെ തന്നെ 5 കാർബൺ ആറ്റം അല്ലേ? 5 കാർബൺ ആറ്റം കൊടുക്കുക ആദ്യമേ. അതാണ് ആദ്യം ചെയ്യേണ്ടത്. 5 കാർബൺ ആറ്റം കൊടുത്തു. ഇന്ന് നോക്കിയേ, ടെട്ര എന്നാണ് പറഞ്ഞത്. ടെട്ര എന്ന് പറയുമ്പോൾ 4 ഉണ്ടല്ലേ? 4 ടെട്രാമീഥൈൽ, 4 മീഥൈൽ ഉണ്ട്. അത് എവിടെയൊക്കെയാണ്? 2,2,3,3 അതായത് 2,2 വരുന്ന എപ്പോഴാണ്? രണ്ടാമത്തെ അതിൽ 2 മീഥൈൽ ഗ്രൂപ്പ് വരും. അപ്പൊ ഇവിടെയും വരും. അതായത് CH3. പിന്നെ 3,3 എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം 3A ഇതുപോലെ തന്നെ അല്ലേ? 2 മീഥൈൽ ഗ്രൂപ്പ് വരും. മനസ്സിലായല്ലോ? ബാക്കി ഹൈഡ്രജൻ ഫില്ല് ചെയ്യുക. അപ്പൊ എങ്ങനെയാണ്? ഇവിടെ CH3 തന്നെയാണ് വരുന്നത്. ഒരു ഹൈഡ്രജനേ ഉള്ളൂ. ഇവിടെ നോക്കിയേ, 1, 2, 3, 4 അല്ലേ? 4 എണ്ണം ഫില്ല് ആയിട്ടുണ്ട് 4 സൈഡിലും. ഇവിടെ എങ്ങനെ നോക്കിയേ? 1, 2, 3, 4 സൈഡിലും ഫില്ല് ആയിട്ടുണ്ട് അല്ലേ? അവിടെ വേണ്ട. ഇനി എവിടെയാണ് വരുന്നത്? ഇവിടെ 2 എണ്ണം ഉള്ളു അല്ലേ? അപ്പം ഇവിടെ CH2 വരും. ദെൻ ഇവിടെ CH3 വരും. മനസ്സിലായല്ലോ വരയ്ക്കാൻ? ദെൻ അടുത്ത നമുക്ക് നോക്കാനുള്ളത് നോമൻക്ലേച്ചർ ഓഫ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ. അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ എന്ന് പറയുമ്പോൾ എന്താണ്? ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും വരുന്നത് കേട്ടോ. ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും വരുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു കേസിൽ നമുക്ക് എങ്ങനെയാണ് പേര് കൊടുക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ തന്നെ നോക്കിയേ, ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും വരുക. അതായത് കാർബണാറ്റം ലിങ്ക്ഡ് ചെയ്തിരിക്കുന്ന ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്പർ കൊടുക്കുന്നത് എങ്ങനെയാണ്? ആ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉണ്ടല്ലോ, അവിടെ നമ്മൾ ലോവസ്റ്റ് നമ്പർ കൊടുക്കണം. ലിങ്ക്ഡ് ബൈ ഡബിൾ ബോണ്ട് ഷുഡ് ബി ഗിവൺ ദ ലോവസ്റ്റ് നമ്പർ. ഡബിൾ ബോണ്ടോ അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടോ ആണെന്നുണ്ടെങ്കിൽ എവിടെയാണോ ആ ബോണ്ട് വരുന്നത് അവിടെ നമുക്ക് ലോവസ്റ്റ് നമ്പർ വരുന്ന രീതിയിൽ വേണം പേര് കൊടുക്കാൻ. മനസ്സിലായല്ലോ? എന്നിട്ട് നമുക്ക് വേർഡ് റൂട്ട് കൊടുക്കുക, ഹൈഫൻ ഇടുക, പിന്നെ പൊസിഷൻ ഉണ്ടല്ലോ, ആ ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ എവിടെയാണ്? പൊസിഷൻ കൊടുക്കുക, ഹൈഫൻ ഇടുക, പിന്നെ സഫിക്സും കൊടുക്കുക. മനസ്സിലായല്ലോ? നമുക്ക് നോക്കാം. ഇതാ ഇവിടെ നോക്കിയേ, ഇവിടെ CH3 CH2 എന്നാണ് വന്നിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഡബിൾ ബോണ്ട് ഇതാ ഇവിടെയാണ് വന്നത് അല്ലേ? അപ്പൊ അവിടെ വേണം നമുക്ക് ലോവസ്റ്റ് നമ്പർ കൊടുക്കാൻ. അപ്പൊ നമുക്ക് ഇങ്ങനെ കൊടുക്കാം, 1, 2, 3. മനസ്സിലായല്ലോ? ദെൻ അങ്ങനെ നമ്മൾ നമ്പർ കൊടുത്തു. പിന്നെ എന്താണ് വേണ്ടത്? വേർഡ് റൂട്ട്. ഇവിടെ 3 കാർബണാറ്റ് ആണുള്ളത് അല്ലേ? 3 കാർബണാറ്റ് വരുമ്പോൾ വേർഡ് റൂട്ട് എങ്ങനെ വരും? പ്രൊപ്പെന്ന് വരും ഇല്ലേ? പ്രൊപ്പെന്ന് വന്നു. ദെൻ ഹൈഫൻ ഇടുക. പിന്നെ പൊസിഷൻ ഓഫ് ദി ബോണ്ട് എവിടെയാണ്? 1A അല്ലേ? അപ്പൊ ആദ്യത്തേതാണ് നമ്പറാണ് കൊടുക്കേണ്ടത് കേട്ടോ. ആ ബോണ്ട് എവിടെയാണുള്ളത് അതിന്റെ ആദ്യത്തെ നമ്പറാണ് കൊടുക്കേണ്ടത്. അപ്പൊ ദാ 1 കൊടുത്തു. ദെൻ പിന്നെന്താണ്? പിന്നെ നമ്മൾ ഹൈഫൻ ഇടുക, പിന്നെ സഫിക്സ് കൊടുക്കുക. സഫിക്സ് ഡബിൾ ബോണ്ട് ആകുമ്പോൾ എങ്ങനെ? ഈനാണ് വരുന്നത് അല്ലേ? അപ്പൊ എങ്ങനെ വരും? എന്ന് വരും. മനസ്സിലായോ? ഇത് നോക്കാം. ഈ മൂന്നാമത്തേത് ഇതും കൂടെ നോക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് സ്ട്രക്ചർ വരയ്ക്കാൻ നോക്കാം. ഇവിടെ നോക്കിയാൽ CH3C ട്രിപ്പിൾ ബോണ്ട് കേട്ടോ. ട്രിപ്പിൾ ബോണ്ട് CH2 CH3 തന്നു. അപ്പൊ ട്രിപ്പിൾ ബോണ്ട് വന്നു ഇല്ല? അപ്പൊ അവിടെ വേണം നമുക്ക് ലോവസ്റ്റ് നമ്പർ കൊടുക്കാൻ. അപ്പൊ നമുക്ക് ഇങ്ങനെ കൊടുക്കാം ഇല്ല? ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ 1, 2, 3, 4, 5. അപ്പൊ ഈ രീതിയിൽ കൊടുത്താലേ ബോണ്ടിന്റെ അവിടെ ചെറിയ നമ്പർ വരത്തുള്ളൂ. ഇനി നമ്മൾ നോക്കുക, വേർഡ് റൂട്ട് 5 കാർബൺ ആറ്റം ഉള്ളത്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ കൊടുക്കാം? പെന്റ് എന്നാണ് കൊടുക്കേണ്ടത് അല്ലെ? 5 കാർബൺ ആറ്റം ഉള്ളതുകൊണ്ട് നമ്മൾ പെന്റ് എന്ന് കൊടുക്കും ഇല്ലേ? അപ്പൊ പെന്റ്, ദെൻ ഹൈഫൻ ഇട്ടു, പെന്റ് ഹൈഫൻ ഇട്ടു. പിന്നെ എന്താണ് കൊടുക്കേണ്ടത്? പൊസിഷൻ. ബോണ്ട് വന്ന പൊസിഷൻ 2 അല്ലേ? ദെൻ 2 കൊടുത്തു, പൊസിഷൻ, ദെൻ 2 കൊടുത്തു, ഹൈഫൻ ഇട്ടു. പിന്നെ ട്രിപ്പിൾ ബോണ്ട് ആയതുകൊണ്ട് ഏതാണ്? അയിനാണ്, YNE കൊടുത്തു. മനസ്സിലായല്ലോ? ഇനിയാണ് നമുക്ക് തിരിച്ചൊന്ന് വരച്ച് നോക്കാം. ഹെക്സ് 2 ഈൻ കേട്ടോ. നമുക്ക് നോക്കാം കേട്ടോ. ഹെക്സ് കേട്ടോ. ഹെക്സ്
2E എന്നാണ്. അപ്പൊ അതിന് നമ്മൾ വരയ്ക്കണം. ഹെക്സ് എന്ന് പറയുമ്പോൾ എത്ര കാർബൺ ആറ്റം ആണ് വരുന്നത്? ഓർക്കോട്ടെ, 6 കാർബൺ ആറ്റം വരും. 1 2 3 4 5 6 കാർബൺ ആറ്റം വന്നു. മനസ്സിലാവുന്നല്ലോ. ഹെക്സ് 2A ഡബിൾ ബോണ്ട് വന്നു. അപ്പൊ 2A ഡബിൾ ബോണ്ട് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ദാ ഇവിടെ കൊടുക്കണം അല്ലേ? ദാ ഇവിടെ നമ്മൾ ഡബിൾ ബോണ്ട് കൊടുത്തു. മനസ്സിലായല്ലോ. EN അപ്പൊ ഡബിൾ ബോണ്ട് ആണ് കൊടുത്തത്. ഇനി ബാക്കി എഴുതുക. ഇതാ നോക്കി, ഇവിടെ ഒരെണ്ണേ ഉള്ളൂ. അപ്പം CH3 വരും. ഇവിടെ എങ്ങനെയാണ്? 1 അല്ലേ? 1 ഉണ്ട്. ദെൻ പിന്നെ എന്താണ്? ഇവിടെ 2 ഉണ്ടല്ലോ. അപ്പൊ 3 ആയി. അപ്പൊ ഇവിടെ ഒരെണ്ണം കൊടുത്താൽ മതി. പിന്നെ ഇവിടെ 2 ഉണ്ട്, ഒരെണ്ണം ഉണ്ട്. അപ്പൊ ഇവിടെ എങ്ങനെയാണ്? CH എന്ന് കൊടുക്കുക. ദെൻ ഇവിടെ എന്താണ്? 2 ആണ്. അപ്പം CH2 വരും. ഇവിടെയും CH2 വരും. CH3. ക്ലിയർ ആയല്ലോ. അടുത്ത നോക്കിയേ, ഹെപ്റ്റ് 3 എന്ന് വന്നു. ഹെപ്റ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 7 ആണ് കേട്ടോ. 7 കാർബണാറ്റാണ് വരുന്നത്. അപ്പൊ നമ്മൾ വരയ്ക്കുക കേട്ടോ. 1 2 3 4 5 6 7 കാർബണാറ്റം വന്നു. ഇനി 3യിലാണ്, അയിനാണ് വന്നു. അപ്പം 3യിൽ ട്രിപ്പിൾ ബോണ്ട് ആണ് വരണത് അല്ലേ? അപ്പൊ 3യിൽ നമുക്ക് ട്രിപ്പിൾ ബോണ്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്പർ കൊടുക്കുകയാണെങ്കിൽ 1 2 3 4 5 6 7 വന്നു. അപ്പം 3യിൽ ട്രിപ്പിൾ ബോണ്ട് വേണം. ഇവിടെ വേണം നമ്മൾ ബോണ്ട് കൊടുക്കാൻ. മനസ്സിലായോ? ബാക്കി ഹൈഡ്രജൻ ഫില്ല് ചെയ്യാം. ഇവിടെ CH3 വരും. ഇവിടെ 2 ഉള്ളൂ. അപ്പം CH2 വരും. ഇവിടെ നോക്കിയാൽ 3 1 4. അപ്പൊ ഇവിടെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇവിടെ 3 ഉണ്ട്. 1 4 ഉണ്ട്. അപ്പൊ ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ 2 ഉള്ളൂ. CH2, ദെൻ ഇവിടെ CH2, ദെൻ പിന്നെ ഇവിടെ CH3. ഈ രീതിയിൽ നമ്മൾ സ്ട്രക്ചറും വരയ്ക്കാൻ പഠിച്ചിരിക്കണം. അപ്പം ഒന്നിൽ കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, അത് ഒന്നിൽ കൂടുതലുണ്ട്, ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ആവുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. നമ്മൾ പൊസിഷൻ നമ്പർ കൊടുക്കുന്നതിന് ആ ബോണ്ടിന്റെ അവിടെ വേണം ലോവസ്റ്റ് നമ്പർ കൊടുക്കാൻ. എന്നിട്ട് ഈ ഒരു ഫോർമാറ്റിൽ വേഡ് റൂട്ട് കൊടുക്കുക, നമ്പർ പൊസിഷൻ ഹൈഫൻ ഇടുക, പൊസിഷൻ നമ്പർ കൊടുക്കുക, ദെൻ ഹൈഫൻ ഇടുക, പിന്നെ ഏതാണ് അതിന്റെ സഫിക്സും കൂടെ കൊടുക്കുക. മനസ്സിലായല്ലോ. അപ്പൊ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫങ്ഷണൽ ഐസോമർസം ആണ്. ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈഡ്രോ കാർബൺ കണ്ടല്ലോ, അതായത് ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ടല്ലോ, ആ ഓർഗാനിക് കോമ്പൗണ്ടിനകത്ത് നമ്മളൊരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ നമ്മളൊരു ആറ്റമോ അല്ലെങ്കിൽ ഒരു ആറ്റം ഗ്രൂപ്പോ നമ്മൾ കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ആ ഒരു കോമ്പൗണ്ടിന്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാം മാറ്റം വരും. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന ആറ്റം അല്ലെങ്കിൽ ആറ്റം ഗ്രൂപ്പിനെയാണ് നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. നമുക്കിവിടെ 6 ഫങ്ഷണൽ ഗ്രൂപ്പുകളെ കുറിച്ചാണ് പഠിക്കാനുള്ളത് കേട്ടോ. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, കാർബോക്സിലിക് ഗ്രൂപ്പ്, ആൽഡിഹൈഡ്, കീറ്റോ ഗ്രൂപ്പ്, ഹാലോ ഗ്രൂപ്പ്, അതുപോലെ തന്നെ ആൽക്കോക്സി ഗ്രൂപ്പ്. അപ്പൊ നമുക്ക് ഓരോന്നും നോക്കാം. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിനെ കുറിച്ചാണ് കേട്ടോ. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഓർത്തോണം കേട്ടോ. ഹൈഡ്രോക്സിൽ എന്ന് പറയുമ്പോൾ ഓർത്തോണം OH കേട്ടോ. OH വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അത് ആൽക്കഹോളിൽ വരുന്നതാണ് കേട്ടോ. OH എന്ന് പറയുമ്പോൾ ഓർക്കുക, അത് ആൽക്കഹോളിൽ വരുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ പേര് കൊടുക്കേണ്ടത് റൂളുകൾ, ഇതിനും നമ്മൾ പേര് കൊടുക്കേണ്ടതുണ്ട്. അപ്പം അതും ചില റൂളുകൾ വെച്ചൊക്കെയാണ് നമ്മൾ പേര് കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ നേരത്തെ പേര് കൊടുത്ത പോലെ തന്നെ ലോങ്സ്റ്റ് ചെയിൻ നമ്മൾ കണ്ടുപിടിക്കുക. ലോങ്സ്റ്റ് ചെയിൻ കണ്ടുപിടിക്കുമ്പോൾ തന്നെയാണെങ്കിലും ഈ OH ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഹൈഡ്രോക്സി ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഹൈഡ്രോക്സി ഗ്രൂപ്പ് ഉൾപ്പെടുന്ന ആ ചെയിൻ ആയിരിക്കണം അവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലാവുന്നല്ലോ. ഇനി നമ്മൾ നമ്പർ കൊടുക്കേണ്ടത് ലോവസ്റ്റ് പൊസിഷൻ, അതായത് ആ എന്താണ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടല്ലോ, OH ഗ്രൂപ്പ്, ഇവിടെ OH ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ ആ OH ഗ്രൂപ്പ് വരുന്നിടത്ത് നമുക്ക് ലോവസ്റ്റ് നമ്പർ കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടല്ലോ പറഞ്ഞത്. ഇനി നമ്മൾ പേര് കൊടുക്കുമ്പോൾ ആൽക്കെയിൻ ഉണ്ടല്ലോ, ആൽക്കെയിൻ്റെ അവിടെ നമ്മൾ മാറ്റുക. അപ്പൊ ആൽക്കെയിൻ്റെ അവിടുത്തെ മാറ്റണം, പിന്നെ ഹൈഫൻ ഇടണം കേട്ടോ. ആൽക്കെയിൻ്റെ അവിടെ നമ്മൾ മാറ്റി വെച്ച് പിന്നെ ഹൈഫൻ ഇടുക, പിന്നെ നമ്മൾ പൊസിഷൻ നമ്പർ കൊടുക്കുക. പൊസിഷൻ നമ്പർ ആണ് കൊടുക്കുന്നത്. പിന്നെ എന്താണ്, പിന്നെ ഹൈഫൻ ഇടും. പിന്നെ നമ്മൾ OL എന്നാണ് കൊടുക്കുന്നത്. ആൽക്കഹോളിന്റെ കേസിൽ നമ്മൾ ഈ OL ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയിലാണ് നമ്മൾ ഇവിടെ പേരുകൾ കൊടുക്കുന്നത്. മനസ്സിലായ പറഞ്ഞത്. അപ്പൊ എന്താ ആദ്യം എന്ത് ചെയ്യണം, മെയിൻ ചെയിൻ കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ മെയിൻ ചെയിൻ OH ഗ്രൂപ്പ് ഉള്ള അത് ഉൾപ്പെടുന്നതാണ് മെയിൻ ചെയിൻ കണ്ടുപിടിക്കുക. പിന്നെ എന്ത് ചെയ്യണം, നമ്പറിങ് കൊടുക്കണം. നമ്പറിങ് ആ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ളത് കേട്ടോ, അവിടുന്ന് നമ്മൾ നമ്പറിങ് കൊടുക്കണം. അതിനായിരിക്കണം ലോവസ്റ്റ് നമ്പർ കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ എന്താണ്, ആൽക്കൈൻ്റെ ആണ് മാറ്റുക, ഹൈഫൻ ഇടുക, പിന്നെ എന്താണ് പൊസിഷൻ നമ്പർ കൊടുക്കുക. പിന്നെ എന്താണ് ആ പൊസിഷൻ നമ്പർ കൊടുത്തതിന് ശേഷം എന്താണ് ഹൈഫൻ ഇട്ടിട്ട് നമ്മൾ ഓൾ എന്നാണ് ചേർക്കേണ്ടത്. ഓളെന്ന് കേട്ടോ. അതാ നമുക്ക് ഓരോന്ന് നോക്കാം. എന്താ ഇവിടെ നോക്കിയേ, CH3 CH2 CH2 OH എന്നാണ്. അപ്പൊ ലോങ് ചെയിൻ ഇല്ല, ലോങ് ചെയിൻ നമ്മൾ സ്ട്രേറ്റ് ചെയിൻ തന്നെയാണ്. നമുക്ക് OH ഗ്രൂപ്പ് വരുന്നിടത്ത് വേണം നമ്മൾ നമ്പറിങ് കൊടുക്കാൻ. അപ്പൊ അതാ ഇവിടുന്ന് കൊടുക്കണം. 1 2 3 നമ്പർ കൊടുത്തു. മനസ്സിലാവുന്നല്ലോ. ഇനി ഇവിടെ 3 കാർബൺ ആറ്റം ഉണ്ട്. അപ്പൊ ഏതാണ് വരുന്നത്, പ്രൊപ്പൈൻ ആണ് വരുന്നില്ല. അപ്പൊ പ്രൊപ്പൈൻ്റെ അകത്ത് നമ്മൾ പ്രൊപ്പൈൻ മുഴുവൻ എഴുതൂല,
പ്രൊപ്പൻ എന്ന് എഴുതുക. പ്രൊപ്പെയിൻ എന്നല്ലേ, പ്രൊപ്പെയിൻ നമ്മൾ എഴുതുമ്പോൾ ഈ മാറ്റി വെച്ച് പ്രൊപ്പൻ എന്ന് എഴുതുക. പ്രൊപ്പൻ ഇടുക, ഹൈഫൻ ഇടുക. വേണ്ട, ഹൈഫൻ ഇടാൻ പറഞ്ഞിട്ട് പിന്നെ പൊസിഷൻ നമ്പർ OH ഗ്രൂപ്പ് വന്നിരിക്കുന്നത് വേണം ഫസ്റ്റ് പൊസിഷനാണ്. പൊസിഷൻ നമ്പർ കൊടുക്കുക. ദെൻ നമ്മൾ ഹൈഫൻ ഇടുക. പിന്നെ എന്താണ്, ഓളെന്ന് കൊടുക്കുക. OH ആയതുകൊണ്ട് ആൽക്കഹോളാന്ന് പറഞ്ഞില്ല, അപ്പൊ അവിടെ നമ്മൾ ഓളെന്നും കൊടുക്കുക. അപ്പം പ്രൊപ്പൻ 1 ഓൾ എന്നാണ് ഇതിന്റെ പേര്. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്തത് നോക്കിയേ, ഇവിടെ കൊടുത്തിട്ടുണ്ട് OH ഗ്രൂപ്പ് വന്നു. അപ്പൊ നമ്മൾ നമ്പറിങ് കൊടുക്കണം. OH ഗ്രൂപ്പ് വരുന്നത് ലോവസ്റ്റ് നമ്പർ വരണം. അപ്പൊ അതാ ഇങ്ങനെ അല്ലേ, 1, 2, 3, 4 ഇങ്ങനെ നമ്പർ കൊടുത്തു. മനസ്സിലാവുന്നല്ലോ? ഇവിടെ 4 കാർബണാറ്റ് ആണല്ലോ അല്ലേ, അപ്പൊ എന്ത് വരും, ബ്യൂട്ടൈൻ ആണ്. അപ്പൊ ബ്യൂട്ടൈൻ്റെ അകത്ത് നമ്മൾ ഈ മാറ്റി വെച്ച് ബ്യൂട്ടൻ കൊടുത്തു. ദെൻ ഹൈഫൻ ഇട്ടു. പിന്നെ എവിടെയാണ് OH ഗ്രൂപ്പ് വന്നത്, 2L ആണ് വന്നതല്ലേ, അപ്പൊ 2 എന്ന് കൊടുത്തു. ദെൻ പിന്നെ ഹൈഫൻ ഇട്ടു. OH ഗ്രൂപ്പ് ആയതുകൊണ്ട് നമ്മൾ OL എന്ന് കൊടുത്തു. അപ്പം ബ്യൂട്ടൻ 2 ഓൾ എന്നാണ് ഇതിന്റെ പേര്. ഇനി അടുത്തത് നോക്കിയേ, ഇവിടെ നോക്കിയേ OH ഗ്രൂപ്പ് വന്നിരിക്കുന്നത് ഇവിടെ നമ്മൾ നമ്പറിങ് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ 1, 2, 3, 4, 5 അങ്ങനെ കൊടുത്താലും 1, 2, 3, 4 എങ്ങനെ കൊടുത്താലും നമുക്ക് ഒരേ നമ്പർ തന്നെ. അപ്പൊ അതാ ഇങ്ങനെ കൊടുക്കാം കേട്ടോ, 1, 2, 3, 4, 5. മനസ്സിലായല്ലോ? അപ്പൊ എന്താണ്, 5 കാർബണാറ്റം ഉണ്ട്. അപ്പൊ എന്താണ്, പെൻറ്റൈൻ ആണ്. പെൻറ്റൈനിൽ ഈ മാറ്റി വെച്ച് പെൻറ്റൻ. എത്രയിലാണ് വന്നത്, OH ഗ്രൂപ്പ് വന്നത് 3യിലാണ് വന്നത്. ഹൈഫൻ ഇടുക. പിന്നെന്താണ്, ഓള് കൊടുക്കുക. അപ്പം പെൻറ്റൻ 3 ഓൾ എന്ന് വരും അല്ലേ. അപ്പൊ ഇത് മനസ്സിലായല്ലോ, ഹൈഡ്രോക്സി ഗ്രൂപ്പ്. അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കോട്ടെ എങ്ങനെയാണ് പേര് കൊടുക്കേണ്ടതെന്നുള്ളത്. ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ളത് കാർബോക്സിൽ ഗ്രൂപ്പ് ആണ് കേട്ടോ. കാർബോക്സിൽ ഗ്രൂപ്പിനെ റെപ്രസെന്റ് COOH എന്നാണ് കേട്ടോ, ഓർത്തിരിക്കുക. കാർബോക്സിൽ എന്ന് പറയുമ്പോൾ എന്താണ്, COOH എന്നാണ് കാർബോക്സിൽ ഗ്രൂപ്പിൽ നമ്മൾ വരുന്നത്. മനസ്സിലായല്ലോ? ഇനി ഈ കാർബോക്സിൽ ഗ്രൂപ്പിന് നമ്മൾക്ക് പേര് കൊടുക്കേണ്ടത് പോലെ തന്നെ ആൽക്കൈൻ ഉണ്ട്. ആൽക്കൈൻ്റെ ഈ ഉണ്ടല്ലോ, അത് ക്യാൻസൽ ചെയ്ത് കളയുക. ദെൻ പിന്നെ അവിടെ നമ്മൾ ഓയിക് ആസിഡ് എന്നാണ് ചേർക്കുന്നത്, ഓയിക് ആസിഡ് കേട്ടോ. കാർബോക്സിലിക് ഗ്രൂപ്പ് വരുമ്പോൾ നമ്മൾ കാർബോക്സിലിക് ആസിഡ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് കേട്ടോ. കാർബോക്സിലിക് ഗ്രൂപ്പ് വരുന്നത് കാർബോക്സിലിക് ആസിഡ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതുകൊണ്ട് നമ്മൾ ഓയിക് ആസിഡ് എന്ന് ചേർക്കുക. അപ്പൊ നമ്മൾ കൂട്ടി വായിക്കുന്ന ആൽക്കനോയിക് ആസിഡ് എന്നാണ് കൂട്ടി വായിക്കുന്നത്. മനസ്സിലായി? ഇപ്പം ബ്യൂട്ടൈൻ ആണെന്നുള്ള ബ്യൂട്ടൻ കേട്ടോ, ബ്യൂട്ടൻ എഴുതുക. പിന്നെ ഓയിക് ആസിഡ് എന്ന് ചേർക്കുക, ബ്യൂട്ടനോയിക് ആസിഡ്. ഇതാ ഇവിടെ കണ്ടില്ലേ, ഇതാ ഇവിടെ ഒരു കാർബണാറ്റ് ആണ് വന്നത് അല്ലേ, മെഥൻ എഴുതി. ദെൻ പിന്നെ എന്താണ്, ഓയിക് ആസിഡ് കൊണ്ട് ചേർക്കുക, മെഥൻ അല്ലേ, മെഥൻ ഓയിക് ആസിഡ്. ഇതാ ഇവിടെ നോക്കിയേ, ഇവിടെ 2 കാർബണാറ്റം വന്നില്ലേ, 2 കാർബണാറ്റം ഉണ്ട്. അപ്പം എത്തുന്നാണ് വരുന്നത് വേർഡ് റൂട്ട്. അപ്പം എഥനോ ഈഥേൻ അല്ലേ, ഈഥേൻ്റെ അവിടെ വരുമ്പം ഈഥൻ എഴുതി, ഈഥൻ പിന്നെ ഓയിക് ആസിഡ്. മനസ്സിലായല്ലോ? അപ്പം ഈ രീതിയിലാണ് നമ്മൾ എഴുതുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ടെന്ന് നോക്കിയേ, CH3, CH2, CH2, COH. ഇവിടെ എത്രയാണ് വരുന്നത്, 4 കാർബണാറ്റം ഉണ്ട് അല്ലേ, അതായത് 1, 2, 3, 4 കാർബണാറ്റം ഉണ്ട്. അപ്പൊ എങ്ങനെയാണ്, ബ്യൂട്ടൈൻ ആണ് അല്ലേ, ബ്യൂട്ടൈൻ്റെ ഈ മാറ്റുമ്പോൾ ബ്യൂട്ടൻ. പിന്നെ എന്ത് ചേർക്കും, ഓയിക് ആസിഡ് കൂടെ ചേർക്കും. അപ്പം ഓയിക് ആസിഡ് കൂടെ ചേർക്കുമ്പോൾ ബ്യൂട്ടനോയിക് ആസിഡ് എന്ന് പേര് വരും, ബ്യൂട്ടനോയിക് ആസിഡ്. കാർബോക്സി ഗ്രൂപ്പ് ആസിഡിൽ വരുന്നതാണ് കേട്ടോ. അപ്പം ബ്യൂട്ടനോയിക് ആസിഡ്. ഇതങ്ങനെയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ പേര് നോക്കി, ഇതിന് നമ്മൾ പേര് ഓൾറെഡി കണ്ടു ഇല്ലേ, ഒരു കാർബണാറ്റം ഉണ്ട്. അപ്പം മെഥനോയിക് ആസിഡ് നമ്മൾ ഓൾറെഡി കണ്ടതാണ്, മെഥനോയിക് ആസിഡ് ആണ് ഇത്. എഥനോയിക് ആസിഡ് വരും. ഇത് അടുത്ത ഏതാണ് വരുന്നത്, CH3, CH2, 3 ഇല്ലേ, 3 കാർബണാറ്റ് ആണ് വരുന്നത്. അപ്പൊ പ്രൊപ്പൻ ഇല്ലേ, പ്രൊപ്പൻ വരും. പ്രൊപ്പൻ പിന്നെ എന്താണ്, ഓയിക് ആസിഡ്. അപ്പൊ പ്രൊപ്പനോയിക് ആസിഡ്. മനസ്സിലായല്ലോ? അപ്പം ഈ രീതിയിലാണ് കാർബോക്സിൽ ഗ്രൂപ്പിന് നമ്മൾ പേര് കൊടുക്കുന്നത്. ഇനി അടുത്തതാണ് ആൽഡിഹൈഡ് ഗ്രൂപ്പ് കേട്ടോ. ആൽഡിഹൈഡ് ഗ്രൂപ്പാണ്. ആൽഡിഹൈഡ് ഗ്രൂപ്പിനെ നമ്മൾ ആൽഡിഹൈഡ്സ് എന്നാണ് കേട്ടോ, അതായത് ഗ്രൂപ്പ് വരുന്നത് CHO എന്നാണ് വരുന്നത് കേട്ടോ. CHO ആണ് ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ട് വരുന്നത്. അതിന് നമ്മൾ ആൽഡിഹൈഡ്സ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ, ആൽഡിഹൈഡ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ഇതിന്റെ നമ്മൾ IUPAC നെയിം കൊടുക്കുന്നത് ഇതുപോലെ തന്നെ. നമ്മൾ ആൽക്കൈൻ ഉണ്ടല്ലോ, അവിടെ നമ്മൾ ഈ ക്യാൻസൽ ചെയ്ത് കൊടുക്കുക. പിന്നെന്താണ്, AL ചേർക്കുക. ഈ ക്യാൻസൽ ചെയ്തിട്ട് AL ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് ആൽഡിഹൈഡ് ആവും, CHO വരുവാണെന്നുണ്ടെങ്കിൽ കേട്ടോ. ഇതവിടെ നോക്കിയേ, HCHO എന്ന് വന്നു. അപ്പം മീഥേൻ ആണ്. മീഥേൻ്റെ നമ്മൾ ക്യാൻസൽ ചെയ്തിട്ട് AL ചേർത്ത്, അപ്പം മെഥനാൽ. മനസ്സിലായല്ലോ? ദെൻ 2 കാർബണാറ്റം വന്നു, ഈഥേൻ ആണ്. അപ്പം മീഥേൻ്റെ ക്യാൻസൽ ചെയ്തിട്ട് എഥനാൽ എന്ന് വന്നു. ദെൻ പ്രൊപ്പനാൽ, പെൻറ്റനാൽ. അത്ര എളുപ്പമല്ലേ ആൽഡിഹൈഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ? ഓർത്തിരിക്കുക, CHO ആണെന്ന് ഓർത്തിരിക്കുക, ആൽഡിഹൈഡ് ഗ്രൂപ്പ്. എന്നിട്ട് എന്ത് ചെയ്യണം, മാറ്റി വെച്ച് AL ചേർക്കുക. That is aldehyde.
ഇനി അടുത്തതാണ് കീറ്റോ ഗ്രൂപ്പ് ആണ്. കീറ്റോ ഗ്രൂപ്പിനെ നമ്മൾ CO വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. അതിനെ നമ്മൾ കീറ്റോൺസ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. കീറ്റോൺസ് കേട്ടോ. കീറ്റോ എന്ന് പറയുമ്പോൾ കീറ്റോൺസ് എന്നാണ്. അപ്പൊ നമ്മൾ ആഡ് ചെയ്യേണ്ട ഈ കീറ്റോൺസ് നമ്മൾ എഴുതുമല്ലോ, കീറ്റോൺസ്. കീറ്റോൺസിലെ ഈ ONE ആണ് കേട്ടോ. ഈ ONE ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ആൽക്കേൻ്റെ കൂട്ടത്തിൽ ഈ മാറ്റി വെച്ച് ഇല്ലേ, ഈ മാറ്റി വെച്ച് നമ്മളിവിടെ ONE കീറ്റോൺസ് എന്ന് പറയുമ്പം ONE, അതായത് CO ആണ് വരുന്നത് കേട്ടോ. CO ആണ് വരുന്നത്. അപ്പൊ നമ്മൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്, ONE വെച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത്. മനസ്സിലായല്ലോ? അവിടെ നിൽക്കുക ഒരു കോമ്പൗണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. CO ഇവിടെ വന്നിട്ടുണ്ട്. കാർബൺ ആറ്റം എന്താ നോക്കൂ, 1, 2, 3 ആണ് കാർബൺ ആറ്റം വരുന്നത്. മനസ്സിലാവുന്നല്ലോ? കാർബൺ ആറ്റം 3 ഉണ്ട്. അപ്പൊ നമുക്ക് പ്രൊപ്പ് അല്ലേ, പ്രൊപ്പെയിൻ ആണ്. പ്രൊപ്പെയിനിലെ ഈ മാറ്റുക പ്രൊപ്പൻ അല്ലേ, പ്രൊപ്പൻ ആയി. ഇനി എന്ത് ചേർക്കണം? അവിടെ നമ്മൾ ONE കൂടെ ചേർക്കുക. പ്രൊപ്പനോൺ കേട്ടോ. പ്രൊപ്പനോൺ എന്നാണ് ഇത് വായിക്കുന്നത്. ഈ പ്രൊപ്പനോണിനെ നമ്മൾ അറിയപ്പെടുന്നത് അസറ്റോൺ എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. പ്രൊപ്പനോൺ അല്ലെങ്കിൽ അസറ്റോൺ. അതിന്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു എക്സാമ്പിൾ കൂടെ നോക്കിയേ. CO വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും നമ്പറിങ് കൊടുക്കേണ്ടത് ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണോ അവിടെ നമുക്ക് ലോവസ്റ്റ് നമ്പർ കൊടുക്കണം കേട്ടോ. അപ്പൊ ഈ ഒരു മെത്തേഡ് മേളിൽ എഴുതിയിരിക്കുന്നത് തെറ്റാണ്. തിരിച്ച് ഈ മെത്തേഡാണ് കറക്റ്റ് കേട്ടോ. ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നിടത്ത് ലോവസ്റ്റ് നമ്പർ നമ്മൾ കൊടുക്കണം. മനസ്സിലായല്ലോ? ഇനി എന്ത് കൊടുക്കണം? അതവിടെ നോക്കിയേ 2 ആണ് വന്നത്. അപ്പൊ ഇനി എന്ത് എടുക്കണം? എത്ര കാർബൺ ആറ്റം ഉണ്ടെന്ന് നോക്കുക. 5 കാർബൺ ആറ്റം ഉള്ളു. അപ്പൊ 5 കാർബൺ ആറ്റം വരുമ്പോ പെൻ ഇല്ലേ, പെൻറ്റേൻ എന്നാണ്. അപ്പൊ പെൻറ്റൻ 2ലാണ് കീറ്റോ ഗ്രൂപ്പ് വന്നത്. അപ്പം പെൻറ്റൻ 2 ഒന്ന് വരും. പെൻറ്റൻ 2 ക്ലിയർ ആയല്ലോ? അപ്പം ഈ രീതിയിൽ നമുക്ക് പേര് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ CH3 CH2 CH2 CO CH2 CH3. ഇതെങ്ങനെയാണ്? ഇതിന്റെ പേര് എന്ത് വരും? നമുക്ക് CO ഇവിടെ വന്നിട്ടുണ്ടല്ലേ. അപ്പൊ നമ്മൾ നമ്പറിങ് കൊടുക്കണം. നമുക്ക് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോവാം. 1 2 3 അല്ലേ, 4 5 6. അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് പേര് കൊടുക്കാം. അപ്പൊ നോക്കിയേ എങ്ങനെയാണ് നമ്മൾ പേര് കൊടുക്കുന്നത്. 6 കാർബൺ ആറ്റം ഉണ്ടല്ലേ. അപ്പം എങ്ങനെയാണ്? ഹെക്സ് ഇല്ലേ, ഹെക്സൈനിലെ ഹെക്സൻ എന്ന് വരും. 3ലാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഹെക്സൻ 3 ഒന്ന് വരും. ഹെക്സൻ 3 ഓൺ. അപ്പൊ ഓൺ എന്ന് പറയുമ്പോൾ ഏതാണ്? കീറ്റോ ഗ്രൂപ്പ് ആണ്. അതായത് CO ഗ്രൂപ്പ് എന്നത് കീറ്റോ ആണ്. ഇനി അടുത്തതാണ് ഹാലോ ഗ്രൂപ്പ് കേട്ടോ. അടുത്തൊരു ഫങ്ഷണൽ ഗ്രൂപ്പാണ് ഹാലോ ഗ്രൂപ്പ്. ഹാലോ ഗ്രൂപ്പിൽ വരുന്നത് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഇത് 4 എണ്ണമാണ് ഹാലോ ഗ്രൂപ്പിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കുക, ക്ലോറിൻ, ഫ്ലൂറിൻ, ബ്രോമിൻ, അയഡിൻ. ഇതും 4 എണ്ണമാണ് എന്തിൽ വരുന്നത്? ഹാലോ ഗ്രൂപ്പിൽ വരുന്നത്. അപ്പോൾ ഹാലോ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഇത് കോമ്പൗണ്ട്സ് ഫോംഡ് വെൻ 1 or more ഹൈഡ്രജൻ ആറ്റം ഈസ് ഇൻ എ ഹൈഡ്രോകാർബൺ ഈസ് റീപ്ലേസ്ഡ് വിത്ത് ആൻ ഈക്വൽ നമ്പർ ഓഫ് ഹാലജൻ ആറ്റംസ്. അത് ഹൈഡ്രജൻ ആറ്റം റീപ്ലേസ് ചെയ്തിട്ട് അവിടെ അത്രയും നമ്പർ ഹാലോ കോമ്പൗണ്ട്സ് വരും. അതായത് ഹാലോ കോമ്പൗണ്ട്സ് പറയുമ്പം ഈ പറഞ്ഞിരിക്കുന്ന ഫ്ലൂറിനോ, ക്ലോറിനോ, ബ്രോമിനോ, അയഡിനോ ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? ഹാലോ കോമ്പൗണ്ട്സ് എന്ന് പറയാം. മനസ്സിലായല്ലോ? അപ്പൊ അതിനെങ്ങനെയാണ് IUPAC നെയിം കൊടുക്കണം? അപ്പം നോർമൽ രീതിയിൽ തന്നെ നമ്മൾ നോക്കുക. ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ടോ? അപ്പം ഏതാണോ ഗ്രൂപ്പ് ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നത് അതിന് നമ്മൾ ലോവസ്റ്റ് നമ്പർ വരണം. അപ്പൊ അതെങ്ങനെയാണ്? ഈ മെത്തേഡ് അല്ല വേണ്ടത്. ഇങ്ങനെ 1 2 3 അല്ലേ, ഈ ഒരു മെത്തേഡാണ് വേണ്ടത്. ഇനി നമ്മൾ പേര് കൊടുക്കുന്നത് എങ്ങനെയാണ്? ഏതിലാണ് ഇല്ലേ, ഏതിലാണ് ഗ്രൂപ്പ് വന്നിരിക്കുന്നത്? 1ലാണ് വന്നിരിക്കുന്നത്. അപ്പൊ 1 ഹൈഫൻ ഇടുക. പിന്നെ ഏത് ഗ്രൂപ്പാണ് ഇവിടെ വന്നത്? ക്ലോറിനാണ് വന്നില്ല. അപ്പൊ ക്ലോറിൻ ആയതുകൊണ്ട് നമുക്ക് ക്ലോറോ എന്ന് എഴുതും. ക്ലോറോ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 3 കാർബൺ ആറ്റം ഉണ്ട്. അപ്പം 1 ക്ലോറോ പ്രൊപ്പെയിൻ കേട്ടോ. 1 ക്ലോറോ പ്രൊപ്പെയിൻ എന്നാണ് ഇവിടെ വരുന്നത്. മനസ്സിലായോ? അടുത്തത് നോക്കിയേ, അവിടെ നോക്കിയേ ബ്രോമിൻ ആണ് ഇവിടെ വന്നത് അല്ലേ. ബ്രോമിൻ ആണ് വന്നത്. അപ്പൊ പേര് കൊടുക്കാം. അപ്പൊ നമ്മൾ ലോവസ്റ്റ് നമ്പർ വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കണം. 1 2 3 4 ഇല്ലേ. അപ്പൊ 2ലാണ് അല്ലേ. 2ൽ എത്ര ബ്രോമിൻ വന്നിട്ടുണ്ട്? 2 ബ്രോമിൻ വന്നിട്ടുണ്ടല്ലേ. അപ്പം 2ൽ 2 ബ്രോമിൻ വരുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതുന്നത്? കോമ അല്ലേ. 2 2 അല്ലേ. 2 2 ഹൈഫൻ അല്ലേ. 2ൽ 2 ബ്രോമിൻ വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് 2 2 ഹൈഫൻ ഡൈ ബ്രോമോ അല്ലേ. നമ്മൾ പഠിച്ചില്ലേ? അതേ രീതിയിൽ തന്നെ ഡ്രൈ ബ്രോമോ എത്ര കാർബൺ ആറ്റാണ്? 4ആണ്. അപ്പൊ ഡ്രൈ ബ്രോമോ ബ്യൂട്ടൈൻ. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് എന്റെ പേര്, 2 2 ഡൈ ബ്രോമോ ബ്യൂട്ടൈൻ. മനസ്സിലായല്ലോ? അടുത്തതാണ് ആൽക്കോക്സി ഗ്രൂപ്പ് കേട്ടോ. ആൽക്കോക്സി ഗ്രൂപ്പ് ആണ്. ആൽക്കോക്സി ഗ്രൂപ്പ് അടങ്ങിയതിനെ നമ്മൾ ഈഥർ എന്നാണ് പറഞ്ഞോട്ടെ. ഈഥേഴ്സ് കേട്ടോ. ഈഥേഴ്സ് ആർ കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് ആൽക്കോക്സി ഗ്രൂപ്പ്. അതായത് 6 എന്ന് പറഞ്ഞിരിക്കുന്ന ആൽക്കൈൽ ഗ്രൂപ്പിനാണ് വരുന്നത് കേട്ടോ. അത് ഈഥേഴ്സ് എന്നാണ് കേട്ടോ. അത് ഈഥേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. മനസ്സിലല്ലോ? ഇനി അതിനെങ്ങനെയാണ് പേര് കൊടുക്കുന്നത് നമുക്ക് നോക്കാം. പേര് കൊടുക്കുന്നത് നമുക്ക് നോക്കിയേ. ഈ O എന്ന് പറഞ്ഞിരിക്കുന്നതുണ്ടല്ലോ, O എന്ന് പറഞ്ഞിരിക്കുന്ന അതിന് ഒരു ലിങ്കേജ് ആണ് കേട്ടോ. അതായത് ഈ O ഉണ്ടല്ലോ, ഈ O ഗ്രൂപ്പിനെ നമ്മൾ ഈഥർ ലിങ്കേജ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ ഈഥർ ലിങ്കേജിന്റെ ഇരുവശത്തുമുള്ള
ആൽക്കൈൽ ഗ്രൂപ്പിന്റെ നീളം കേട്ടോ, ആൽക്കൈൽ ഗ്രൂപ്പിന്റെ നീളം അത് എത്ര ആൽക്കൈൽ ഉണ്ടെന്ന് നമ്മൾ നോക്കുക. നീളം കൂടിയതിനെ ആൽക്കൈനായിട്ടും നീളം കുറഞ്ഞതിനെ ആൽക്കോക്സി ആയിട്ടും നമ്മൾ എഴുതുവാണ് ചെയ്യുന്നത്. ഈ ആർ എന്ന് പറഞ്ഞിരിക്കുന്നത് ആൽക്കൈനെയാ റെപ്രസെന്റ് ചെയ്യുന്നത് പറഞ്ഞു. അപ്പോൾ ഓ കാണും, രണ്ട് സൈഡിലും എന്താണ് ആൽക്കൈൻ അല്ലെങ്കിൽ ആൽക്കൈൻ, ഇരുവശത്തും ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പം നീളം കൂടിയതിനെ ലെങ്ത് കൂടിയതിനെ നമ്മൾ ആൽക്കെയിനായിട്ട് എഴുതും. നീളം കൂടിയതിനെ ലെങ്ത് കേട്ടോ, ലെങ്ത് കൂടിയതിനെ നമ്മൾ ആൽക്കെയിനുമായിട്ട് എഴുതും. ലെങ്ത് കുറഞ്ഞതിനെ നമ്മൾ ആൽക്കോക്സി എന്ന് പറയും കേട്ടോ, ആൽക്കോക്സി എന്ന് പറയും. ആ രീതിയിലാണ് നമ്മൾ എഴുതുന്നത്. മനസ്സിലായല്ലോ? എക്സാമ്പിൾ നോക്കാം, അപ്പൊ നമുക്ക് ക്ലിയർ ആവും. ഇവിടെ നോക്കി, ഇവിടെ നോക്കി, ഈഥർ ലിങ്കേജ് വന്നു ഇല്ലേ, ഈഥർ ലിങ്കേജ് ഇരുവശത്ത് നോക്കുക. ഇവിടെ നമ്മൾ മീഥേൻ ആണ് വന്നത് ഇല്ല, രണ്ടും ഒരുപോലെയാണ് വന്നത്. അപ്പൊ രണ്ടും ഒരുപോലെ വന്നപ്പോൾ നമുക്ക് മീഥേൻ ആയതുകൊണ്ട് മെഥോക്സി കേട്ടോ, മെഥോക്സി മീഥേൻ കേട്ടോ, മെഥോക്സി മീഥേൻ എന്നാണ് ഇതിലെഴുതുന്നത്. മനസ്സിലായല്ലോ? അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് നോക്കിയേ, ഇവിടെ നോക്കിയത് ഇത് കണ്ടില്ലേ, ഈഥർ ലിങ്കേജ് വന്നു. അതിന്റെ ഇരുവശത്ത് നോക്കുക, ആൽക്കൈൽ ഗ്രൂപ്പാണ് വന്നത് ഇല്ല, ആൽക്കൈൽ ഗ്രൂപ്പാണ് വന്നത്. രണ്ടും ഒരുപോലെ CH3C, അതായത് ഈഥൈൻ ആണ് വന്നത് ഇല്ല, ഈഥൈൻ ഗ്രൂപ്പ് വന്നു. അപ്പം എഥോക്സി കേട്ടോ, അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ആൽക്കോക്സി ഉണ്ടല്ലോ, ഈ ഒരു രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്സി നമ്മൾ ആദ്യമേ എഴുതണം കേട്ടോ. അപ്പം എഥോക്സി ഈഥേന്ന് വന്നു. അടുത്തത് നോക്കാം. അടുത്തത് നോക്കിയതേ ഇവിടെ വന്നു ഇല്ല, ഈഥർ ലിങ്കേജ് ഇവിടെ വന്നു, ഇരുവശത്തും ഒരുപോലെ തന്നെ വന്നു ഇല്ലേ, ഒരുപോലെ തന്നെ വന്നപ്പോൾ എങ്ങനെയാണ് പ്രൊപ്പൈൻ ആണ് വന്നത്. അപ്പം പ്രൊപ്പോക്സി പ്രൊപ്പൈൻ എന്ന് എഴുതി, പ്രൊപ്പോക്സി പ്രൊപ്പൈൻ. മനസ്സിലായല്ലോ? ഇനി അടുത്ത് നോക്കിയേ, നാലാമത്തെ കേസ് നോക്കിയതാ ഈഥർ ലിങ്കേജ് ഇവിടെ വന്നു, ഇരുവശത്ത് നോക്കിയേ ആൽക്കൈൽ ഗ്രൂപ്പ് വന്നു. അപ്പം നീളം കൂടിയത് അല്ലെ, നീളം കൂടിയതിനെ നമ്മൾ എന്തായിട്ട് കണക്കാക്കും, കെയിനായിട്ട് കണക്കാക്കും ഇല്ല. അപ്പൊ നീളം കൂടിയെന്ന് പറയുമ്പോൾ ഇതല്ലേ CH3 CH2 CH, ഇതെല്ലാം നീളം കൂടിയത്. അപ്പൊ അതിനെ നമ്മൾ ആൽക്കൈനായിട്ട് കണക്കാക്കും. മറ്റേത് ഓക്സി, അതായത് ആൽക്കോക്സി ഗ്രൂപ്പായിട്ട് കണക്കാക്കും. അപ്പം ഇത് കണ്ടില്ലേ, ഇത് നീളം കുറഞ്ഞല്ല, അപ്പം മെഥോക്സി നീളം കൂടിയത് ആൽക്കൈൻ ഈഥൈൻ എഴുതി. ഇതാ ഇവിടെ നോക്കി, ഇവിടെ നീളം കൂടിയത് ഇതാണല്ലോ നീളം കൂടിയത് അല്ലേ, ഇത് നീളം കൂടിയതാണ്. അപ്പം നീളം കുറഞ്ഞത് ആൽക്കോക്സി ആണ്. അപ്പം മെഥോക്സി ഇവിടെ എന്താണ് ഈഥൈൻ. ക്ലിയർ ആയല്ലോ? ഇതാ ഇവിടെ നോക്കി, ഇവിടെ ഈഥർ ലിങ്കേജ് വന്നു, നീളം കൂടിയത് ഇവിടെയാണ്. നീളം കൂടിയത് നമ്മൾ ആൽക്കൈനായിട്ട് കണ്ടിട്ട്. അപ്പൊ 3 കാർബൺ ആറ്റം ഉണ്ട്. അപ്പൊ പ്രൊപ്പൈൻ കണ്ടോ, പ്രൊപ്പൈൻ നീളം കുറഞ്ഞത് ഇവിടെ ഇത്. അപ്പൊ നോക്കിയേ, ഇവിടുത്തെ CH3 CH2 ആണ്, മെഥോക്സി അല്ല എഥോക്സി വരും കേട്ടോ, എഥോക്സി പ്രൊപ്പൈൻ എന്നാണ് ഇതിന്റെ പേര് വരുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പേര് കൊടുക്കുന്ന ആൽക്കോക്സി ഗ്രൂപ്പിന്. ആൽക്കോക്സി ആൽക്കൈൻ എന്നാണ് നമ്മൾ ജനറൽ ആയിട്ട് പറയുന്നത് കേട്ടോ. അപ്പൊ നീളം കൂടുതൽ നമ്മൾ ആൽക്കൈനായിട്ടും അല്ലാത്തതിന് നമ്മൾ ആൽക്കോക്സി ഗ്രൂപ്പായിട്ടുമാണ് കണക്കാക്കുന്നത്. അത് ഈഥർ എന്ന് പറഞ്ഞാൽ ഈഥേഴ്സ് ആർ കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് ആൽക്കോക്സി ഗ്രൂപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൽക്കോക്സി ഗ്രൂപ്പ് അടങ്ങിയ സംയുക്തങ്ങളാണ് ഈഥേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലായല്ലോ? അപ്പൊ ഫങ്ഷണൽ ഗ്രൂപ്പ് കേട്ടോ, ഫങ്ഷണൽ ഗ്രൂപ്പ് 6 ഫങ്ഷണൽ ഗ്രൂപ്പ് ആണുള്ളത്. അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയ. ഹൈഡ്രോക്സി ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ OH ആണ് വരുന്നത്, അത് ആൽക്കഹോളിൽ വരുന്നതാണ്. IUPAC നെയിം എങ്ങനെ വരും, ആൽക്കനോൾ എന്നാണ് വരുന്നത്. കാർബോക്സിൽ ഗ്രൂപ്പ് COOH ആണ്, അത് ആസിഡിന്റെ ബേസിലാണ് വരുന്നത്, കാർബോക്സിലിക് ആസിഡ് ആണ്. അപ്പൊ നമ്മൾ ഓയിക് ആസിഡ് ചേർത്താണ് എഴുതുന്നത് IUPAC നെയിം. ഇനി ആൽഡിഹൈഡ് ആണെന്നുണ്ടെങ്കിൽ CHO, അത് ആൽക്കനാൽ AL എന്നാണ് വരുന്നത്. ആൽഡിഹൈഡ് എന്ന് പറയുമ്പോൾ AL കേട്ടോ, ഈ ആൽഡിയുടെ ഇത് ഓർത്ത് വെച്ചാൽ മതി, AL ഇവിടെ വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ AL നമ്മൾ ചേർക്കുക. കീറ്റോ ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ കീറ്റോൺസ് എന്നാണ് വരുന്നത് ഇല്ലേ, കീറ്റോൺസ് വരും. അപ്പം ലാസ്റ്റത്തെ ONE ചേർക്കുക, ആൽക്കനോൺ. ഹാലോ ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും വരും. എന്ത് ചെയ്യണം, ഏതാണോ നമ്പർ ഉള്ളത് ആ ഹാലോ ഗ്രൂപ്പിന് അനുസരിച്ച് നമ്മൾ അങ്ങ് എഴുതുക ഇല്ലേ, നമ്പറിങ്ങും കൊടുത്തിട്ട്. ക്ലോറിനാണെങ്കിൽ ക്ലോറോ, പിന്നെ നമ്മൾ എത്രയാണ് വേർഡ് റൂട്ടും കൂടെ കൊടുത്തു വെച്ചാൽ മതി. ഇനി ആൽക്കോക്സി ഗ്രൂപ്പ് ആണെങ്കിൽ OR എന്ന് പറയുന്നത് ഈഥർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഇതിലാണ് വരുന്നത്. അതിനെങ്ങനെ നമ്മൾ IUPAC നെയിം ആൽക്കോക്സി ആൽക്കൈൻ എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് അടുത്ത നോക്കാനുള്ളത് ആരോമാറ്റിക് കോമ്പൗണ്ട്സ് ആണ്. ആരോമാറ്റിക് കോമ്പൗണ്ട്സിൽ നമ്മൾ ഈ ഒരു ഇത് മാത്രം പഠിച്ചത് ബെൻസീനിന്റെ കേട്ടോ, CC66 ആണ്. അപ്പൊ അതിന്റെ സ്ട്രക്ചർ നമുക്ക് ചിലപ്പോൾ വരയ്ക്കാൻ ചോദിക്കും. അപ്പൊ നിങ്ങൾ സ്ട്രക്ചർ വരയ്ക്കാൻ പഠിക്കും കേട്ടോ. 6 കാർബൺ ആറ്റവും 6 ഹൈഡ്രജനും ആണുള്ളത് ബെൻസീനിന്റെ സ്ട്രക്ചർ. മനസ്സിലായല്ലോ? ഇനി ഈ ബെൻസീനിന്റെ സ്ട്രക്ചറിൽ നിന്ന് നമ്മൾ ഒരു ഹൈഡ്രജനെ മാറ്റുക, ഏതെങ്കിലും ഹൈഡ്രജനെ മാറ്റി വെച്ച് അവിടെ OH ഗ്രൂപ്പ് വരാം. ഒന്നുകിൽ OH ഗ്രൂപ്പ് കൊടുക്കാം, അല്ലെങ്കിൽ COH ഗ്രൂപ്പ് കൊടുക്കാം. അപ്പൊ OH ഗ്രൂപ്പ് കൊടുക്കുകയാണെങ്കിൽ അത് അറിയപ്പെടുന്നത് ഫീനോൾ എന്നാണ്. ഇനി COH ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അത് അറിയപ്പെടുന്നത് ബെൻസോയിക് ആസിഡ് എന്നുമാണ്. മനസ്സിലായല്ലോ? അതായത് ബെൻസീൻ്റെ അകത്ത് നമുക്ക് സ്ട്രക്ചർ കണ്ടു. അതിലെ ഹൈഡ്രജനെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട്, ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ OH കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഫീനോൾ എന്നാണ് അറിയപ്പെടുന്നത്.
മനസ്സിലായല്ലോ? C6H6 ആണ്. അതിൽ ഒരു ഹൈഡ്രജനെ മാറ്റി വെച്ച് നമ്മളവിടെ OH ആക്കി. അപ്പോൾ അവിടെ ഹൈഡ്രജൻ 5 ആയി. അതുപോലെ തന്നെ ഒരു ഹൈഡ്രജനെ മാറ്റി വെച്ച് നമ്മൾ കാർബോക്സിലിക് അത് ചേർത്തു, കാർബോക്സിൽ ഗ്രൂപ്പ് കൊടുത്തു, അതായത് COH കൊടുത്തു. അപ്പം എന്തായിട്ട് മാറും? ബെൻസോയിക് ആസിഡുമായിട്ട് മാറും. മനസ്സിലായല്ലോ? ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ഐസോമറിസം ആണ് കേട്ടോ. ഐസോമറിസം എന്താണ്? ഐസോമറിസം എന്ന് പറഞ്ഞാൽ സെയിം മോളിക്കുലാർ ഫോർമുലയും ഡിഫറെന്റ് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഉള്ളതിനെയാണ് നമ്മൾ ഐസോമേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ഫിനോമിനെ നമ്മൾ പറയുന്ന പേരാണ് ഐസോമേഴ്സ് എന്ന് പറയും. മനസ്സിലായോ? സെയിം മോളിക്കുലാർ ഫോർമുല ആയിരിക്കും, പക്ഷെ അതിന്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് വ്യത്യാസം വരാം, സ്ട്രക്ചറിലൊക്കെ വ്യത്യാസം വരാം. അപ്പൊ അതിനെയാണ് നമ്മൾ ഐസോമേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യമേ പഠിക്കാനുള്ള ഐസോമറിസമാണ് ചെയിൻ ഐസോമറിസം. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ്? സെയിം സ്ട്രക്ചറൽ ഫോർമുലയാണ്, അതിന്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് വ്യത്യാസം വരാമെന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസിൽ വ്യത്യാസം വരുന്നത് നമുക്ക് നോക്കാം. ദാ ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ടോ? ദാ എന്താണ്? രണ്ട് കോമ്പൗണ്ട് കൊടുത്തിട്ടുണ്ട്, CH3 CH2 CH2 CH3. ഇവിടെ നോക്കിയേ, ഇതിൻ്റെ എന്താണ് മോളിക്കുലാർ ഫോമിൽ എത്ര വരും? എത്ര കാർബൺ ആറ്റം ഉണ്ട്? 4 കാർബൺ ആറ്റമാണുള്ളത്. അപ്പം 4 കാർബൺ ആറ്റം വരുമ്പോൾ ഹൈഡ്രജൻ എത്ര വരും? ഹൈഡ്രജൻ ഇവിടെ 10 വരും. C4H10 ആണ് ഇവിടെ വരുന്നത്. ഇതിന്റെ നോക്കിയേ, ഇതിന്റെ ഇതുപോലെ തന്നെ 4 കാർബൺ ആറ്റമാണുള്ളത്, ഹൈഡ്രജൻ ഇവിടെ 10 ആണ് വരുന്നത്. അതായത് മോളിക്കുലാർ ഫോമിൽ ഒരുപോലെയാണ്, പക്ഷെ അതിന്റെ എന്താണ് സ്ട്രക്ചറിൽ വ്യത്യാസം വന്നിട്ടുണ്ട് അല്ലേ? ഒരു എന്താണ് അത് ഒന്ന് ബ്രാഞ്ച് ആയിട്ട് ഇവിടെ ഉണ്ട്, ഒന്ന് ലോങ് ചെയിൻ ആയിട്ടുമാണ് കാണുന്നത്. മനസ്സിലായല്ലോ പറഞ്ഞത്? ഒന്ന് ബ്രാഞ്ച് ആയിട്ടും ഒന്നാണ് ഇവിടെ മെയിൻ ചെയിൻ ആയിട്ടുമാണ് കാണപ്പെടുന്നത്. ഇതിന്റെ പേരോ, ഇതിന്റെ അകത്തിന്റെ പേര് എന്ത് വരും? ഇതാന്ന് നോക്കിയേ, 4 കാർബൺ ആറ്റം ഉള്ളത്, അതിന്റെ പേരെങ്ങനെയാണ്? ബ്യൂട്ടേൻ എന്ന് വരും ഇല്ലേ? ബ്യൂട്ടേൻ എന്ന് വരും. ഇതിന്റെ പേരെങ്ങനെ വരും? അതാ നോക്കുക, 2 അല്ലെ? 2 മീഥേൽ ഗ്രൂപ്പ് ഉണ്ട്, 2 മീഥേൽ അല്ലെ? 2 മീഥേൽ. പിന്നെ എന്ത് വരും? പ്രൊപ്പൈൻ എന്ന് വരും അല്ലെ? 2 മീഥേൽ പ്രൊപ്പൈൻ. അപ്പൊ അതിന്റെ പേരിലും മാറ്റം വന്നു, IUPAC നെയിമിൽ മാറ്റം വന്നു ഇല്ലേ? അതുപോലെ തന്നെ അതിന്റെ ഷേപ്പിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, സ്ട്രക്ചർ ഉണ്ടല്ലോ, സ്ട്രക്ചറിലും മാറ്റം വന്നു. മനസ്സിലായല്ലോ? അതായത് ഇവിടെ എന്താണ് മാറ്റം വന്നതെന്നാണ്? ഒരു എന്താണ് ഒരു ബ്രാഞ്ചിലേക്ക് ഇല്ല, ഒരു മീഥൈൽ ഗ്രൂപ്പ് എവിടെ വന്നു? ബ്രാഞ്ചിലേക്ക് വന്നു, ചെയിൻ ആയിട്ട് വന്നു. ഇതൊരു മെയിൻ ചെയിൻ ആയിട്ട് മാറി. ഇതെന്താണ്? ഒരു ബ്രാഞ്ചിലേക്ക് ഇവിടെ CH3 വന്നു. മനസ്സിലാവുന്നല്ലോ? അപ്പൊ എന്താണ് ഇവിടെ സംഭവിച്ചത്? സ്ട്രക്ചറൽ അല്ലേ? ആ കാർബൺ ചെയിന്റെ സ്ട്രക്ചറൽ വ്യത്യാസം വന്നു. അപ്പൊ ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ പറയുന്നത് ചെയിൻ ഐസോമർസ് എന്ന് പറയും. സെയിം മോളിക്കുലാർ ഫോർമുലയാണ്, C4H10 സെയിം മോളിക്കുലാർ ഫോർമുലയാണ്, പക്ഷെ എന്താണ്? ഡിഫർ ഇൻ ദ സ്ട്രക്ചേഴ്സ് ഓഫ് കാർബൺ ചെയിൻ. കാർബൺ ചെയിന്റെ സ്ട്രക്ചറിൽ വ്യത്യാസം വന്നു. അപ്പൊ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ചെയിൻ ഐസോമറിസം എന്ന് പറയുന്നത്. അവിടെ നോക്കിയേ, എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എക്സാമ്പിൾസ് നോക്കിയേ, മോളിക്കുലാർ ഫോർമുല, അതായത് ഇതിന്റെ എല്ലാത്തിന്റെ 3 കൊടുത്തിട്ടുണ്ട്. 3 മോളിക്കുലാർ ഫോർമുല സെയിം ആണ്, C5H12 ആണ് 3 മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത്. IUPAC നെയിമിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇവിടെ അല്ലേ 5 കാർബൺ ആറ്റം ആയതുകൊണ്ട് പെന്റൈൻ വന്നു. ഇവിടെ ഒരു ബ്രാഞ്ച് ഉള്ളതുകൊണ്ട് എങ്ങനെ വന്നു? 2 ഇല്ലേ? 1 2 ഇങ്ങനെയല്ലേ? 1 2 3 4 2 മീഥൈൽ ബ്യൂട്ടേൻ വന്നു. ഇതിന്റെ എങ്ങനെയാണ്? ഇവിടെയും ബ്രാഞ്ച് ആയിട്ട് വന്നു ഇല്ലേ? അവിടെ 2 2 ഡൈ മീഥൈൽ പ്രൊപ്പൈൻ വന്നു. അതിന്റെ IUPAC നെയിമിൽ വ്യത്യാസം വന്നിട്ടുണ്ട് ഇല്ലേ? പക്ഷെ സെയിം എന്താണ്? സെയിം മോളിക്കുലാർ ഫോമിലാണ്, ഒരേ തന്മാത്രാ സൂത്രമാണ് ഉള്ളത് ഇല്ലേ? തന്മാത്രാ സൂത്രം ഒരുപോലെയാണ്, പക്ഷെ എന്താണ്? അതിന്റെ IUPAC നെയിമിലും അതിന്റെ സ്ട്രക്ചറിലും വ്യത്യാസം വന്നു. അപ്പം ഇവിടെ വ്യത്യാസം വരാൻ കാരണം എന്താണ്? കാർബൺ ചെയിനിലുള്ള വ്യത്യാസമാണ്, ഡിഫറൻസ് ഇൻ കാർബൺ ചെയിൻ കേട്ടോ. ഡിഫറൻസ് ഇൻ കാർബൺ ചെയിൻ ആവുകയാണെങ്കിൽ അത് ഏതുതരം ഐസോമറിസമാണ്? ചെയിൻ ഐസോമറിസമാണ് കേട്ടോ. ചെയിൻ ഐസോമറിസം കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഡിഫറൻസ് ഇൻ ദ സ്ട്രക്ചർ ഓഫ് കാർബൺ ചെയിൻ, ദാറ്റ് ഈസ് എ ചെയിൻ ഐസോമറിസം. ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത് പൊസിഷൻ ഐസോമറിസം ആണ്. പൊസിഷൻ ഐസോമറിസം. പൊസിഷൻ ഐസോമറിസം എന്ന് പറയുമ്പോൾ സെയിം മോളിക്കുലാർ ഫോർമുലയാണ്, ഓർക്കോട്ടെ, സെയിം മോളിക്കുലാർ ഫോർമുലയാണ്. അതുപോലെ തന്നെ ഫങ്ഷണൽ ഗ്രൂപ്പ് കേട്ടോ. ഫങ്ഷണൽ ഗ്രൂപ്പും ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പും ആയിരിക്കും, പക്ഷെ എന്താണ്? ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ സ്ഥാനം അവിടെ പൊസിഷൻ വ്യത്യാസമായിട്ടിരിക്കും. അതാണ് പൊസിഷൻ ഐസോമറിസം. സെയിം മോളിക്കുലാർ ഫോർമുല, സെയിം മോളിക്കുലാർ ഫോർമുല. അത് എക്സാമ്പിൾ നോക്കിയേ, മോളിക്കുലാർ ഫോർമുല ഇവിടെ നോക്കിയേ, രണ്ടും സെയിം ആണ്. ഫങ്ഷണൽ ഗ്രൂപ്പ് OH ഇല്ലേ? ഫങ്ഷണൽ ഗ്രൂപ്പ് അവിടെ സെയിം ആണ്, പക്ഷെ എന്ത് വന്നു? പൊസിഷൻ ഓഫ് ദി ഫങ്ഷണൽ ഗ്രൂപ്പ് കേട്ടോ. സെയിം മോളിക്കുലാർ ഫോർമുല ആൻഡ് ദ സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ്, പക്ഷെ എങ്ങനെയാണ്? അതിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തു അല്ലേ? പൊസിഷൻ ഓഫ് ദി ഫങ്ഷണൽ ഗ്രൂപ്പ് ഈസ് ഡിഫറെന്റ് കേട്ടോ. ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? പൊസിഷൻ ഐസോമേഴ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ പൊസിഷൻ ഐസോമേഴ്സ് നമുക്ക് പറയാം.
ക്ലിയർ ആയല്ലോ? ഇതാ ഇവിടെ നോക്കി, ഇതിന്റെ പേര് നോക്കിയേ, പ്രൊപ്പൻ ഇല്ലേ, ഒന്നേലാണ് പ്രൊപ്പൻ 1 എന്ന് വന്നു ഇല്ല, ഒന്നേലാണ് നമുക്ക് ഇവിടെ എന്താണ് OH ഗ്രൂപ്പ് വന്നു. ഇവിടെ എങ്ങനെയാണ്, 2ലാണ് വന്നില്ലേ, പൊസിഷൻ മാറിയില്ലേ, പ്രൊപ്പൻ 2 എന്ന് വന്നു. അപ്പം പ്രൊപ്പൻ 1 പ്രൊപ്പൻ 2 സെയിം മോളിക്കുലാർ ഫോമിലാണ്, പക്ഷെ എന്താണ് ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ വ്യത്യാസം വന്നു. അപ്പൊ അതിനെ നമുക്ക് എന്ത് പറയാം, പൊസിഷൻ ഐസോമർസ് എന്ന് പറയാം. ക്ലിയർ ആയല്ലോ? വേറൊരു കോമ്പൗണ്ട് കൊടുത്തിരിക്കുന്നത് നോക്കിയേ, C3H7Cl കണ്ടല്ലോ, രണ്ടിന്റെയും പേര് നാ നോക്കിയേ. ഇത് ആദ്യമേ നമുക്ക് നോക്കുമ്പോൾ 1A വരും ഇല്ലേ, 1 ക്ലോറോ പ്രൊപ്പൈൻ എന്ന് വന്നു, ഹാലോ ഗ്രൂപ്പ് ആണ് ഇവിടെ വന്നതല്ലേ. ഇത് അവിടെ നോക്കിയേ, സെയിം ഫംഗ്ഷൻ ഗ്രൂപ്പ് തന്നെയാണ്, ഹാലോ ഗ്രൂപ്പ് ആണ് വന്നത്, Cl ഇല്ലേ, ഹാലോ ഗ്രൂപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ അതിന്റെ പൊസിഷൻ നോക്കി, ഇവിടെ വന്നപ്പോൾ 2Aലാണ് വന്നതല്ലേ, 2 ക്ലോറോ പ്രൊപ്പൈൻ. അപ്പൊ പൊസിഷൻ ഓഫ് ദി ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഡിഫറെന്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ളതിനെ നമുക്ക് എന്ത് പറയാം, പൊസിഷൻ ഐസോമേഴ്സ് എന്ന് പറയാം. ഓക്കെ ആണല്ലോ? ഇതാ ഇനി അതുപോലെ തന്നെ വേറൊരു കേസും പൊസിഷൻ ഐസോമേഴ്സത്തിൽ വരാറുണ്ട്. അതായത് നമ്മളിപ്പോൾ എന്താണ് കണ്ടത്, ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ലെ, ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ വ്യത്യാസം വന്നു. അതേപോലെ തന്നെ ഇതാ ഇവിടെ നോക്കിയാൽ നമ്മുടെ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഉണ്ടല്ലോ, ഡബിൾ ബോണ്ടിന്റെയും ട്രിപ്പിൾ ബോണ്ടിന്റെയും ഇല്ല പൊസിഷൻ അവിടെ മാറിയിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പൊ അങ്ങനെയുള്ള കേസിൽ വരുമ്പോഴും ഇതാ ഇവിടെ നോക്കിയേ, ഇതാ ഇതിന്റെ മോളിക്കുലാർ ഫോർമുല എത്രയാണ് വരുന്നത്, C4H8 വരും കേട്ടോ. ഇവിടെ ഏതാണ് വരുന്നത്, C4H8 തന്നെയാണ് മോളിക്കുലാർ ഫോർമുല. പക്ഷേ നോക്കിയേ, ഡബിൾ ബോണ്ട് കണ്ടോ, ഇവിടെ ഡബിൾ ബോണ്ട് ഇവിടെയാണ് വന്നത്, ഡബിൾ ബോണ്ട് ഇവിടെയാണ് വന്നത്, പേരിൽ വ്യത്യാസം വന്നില്ലേ. ഇതെങ്ങനെ വരും, 4 കാർബൺ ആറ്റം ഉണ്ട്, 1 2, അതായത് ബ്യൂട്ട് 1 എന്ന് വരും അല്ലേ. ഇവിടെ ഇതിന്റെ പേര് ബ്യൂട്ട്, ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ബ്യൂട്ട് 1 എന്ന് വരും, ഇവിടെ ബ്യൂട്ട് 2 എന്ന് വരുന്നത്. മനസ്സിലായില്ല? അപ്പൊ പൊസിഷൻ ഇവിടെ വ്യത്യാസം വന്നു, ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ വ്യത്യാസം വന്നു. അതുപോലെ തന്നെ ട്രിപ്പിൾ ബോണ്ടിന്റെ കേസിലും ഇതാ ഇവിടെ നോക്കിയേ, ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ഇതാ ഇവിടെയാണ് വന്നത്, പൊസിഷൻ 1Aലാണ് വന്നത്, ഇവിടെ 2Aലാണ് വന്നത് അല്ലേ. അപ്പം ഡബിൾ ബോണ്ട് ആണെങ്കിലും ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിലും പൊസിഷൻ വ്യത്യാസം വന്നാലും ഇത് ഏത് ഐസോമർസത്തിൽ പെടും, മോളിക്കുലർ ഫോമിൽ ഒരുപോലെയാണ്. പക്ഷെ എന്താണ് അവിടെ പൊസിഷൻ ഓഫ് ദി ബോണ്ട്, ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് വ്യത്യാസം വന്നു. അപ്പൊ അതും ഏതിൽ പെടുന്നതാണ്, പൊസിഷൻ ഐസോമർസത്തിൽ പെടുന്നതാണ്. ക്ലിയർ ആയല്ലോ? അപ്പം ഈ ഇവിടെ നമ്മൾ എന്താണ് ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും, അപ്പൊ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും വന്നാലും അത് ഫങ്ഷണൽ ഗ്രൂപ്പിൽ തന്നെ വരുന്നതാണ് കേട്ടോ, അതും മനസ്സിലാക്കിയിരിക്കുക. ക്ലിയർ ആയല്ലോ? അപ്പം എന്താണ് ഇത്, ഏത് തരത്തിലുള്ള ഐസോമർസമാണ്, പൊസിഷൻ ഐസോമർസമാണ്. സെയിം മോളിക്കുലാർ ഫോർമുലയാണ് അല്ലേ, മോളിക്കുലാർ ഫോർമുല സെയിം ആണ്, പക്ഷെ പൊസിഷൻ അല്ലേ, പൊസിഷൻ ഓഫ് ദി ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ എന്താണ് പൊസിഷൻ ഓഫ് ദി ഡബിൾ ബോണ്ട് ആണ് ട്രിപ്പിൾ ബോണ്ട്. അതെങ്ങനെയാണ്, ദേ എക്സിബിറ്റ് പൊസിഷൻ ഐസോമർസം. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളതാണ് ഫങ്ഷണൽ ഐസോമർസം. ഫങ്ഷണൽ ഐസോമർസം ഇതെല്ലാം ആ പേരിൽ തന്നെ ഉണ്ട് കേട്ടോ. ഫങ്ഷണൽ ഐസോമർസം ഇതിന്റെ എല്ലാത്തിനും മോളിക്കുലാർ ഫോർമുല സെയിം ആയിരിക്കും കേട്ടോ, സെയിം മോളിക്കുലാർ ഫോർമുല ആയിരിക്കും, പക്ഷെ ഡിഫറെന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് കേട്ടോ. ഫങ്ഷണൽ ഗ്രൂപ്പ് വ്യത്യസ്തമാവുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഫങ്ഷണൽ ഐസോമർസം ആയിരിക്കും. ക്ലിയർ ആയല്ലോ? ആ പേരിൽ തന്നെയുണ്ട്, സെയിം എല്ലാത്തിനും സെയിം മോളിക്കുലാർ ഫോർമുലയാണ് കേട്ടോ. അപ്പം ഫങ്ഷണൽ ഗ്രൂപ്പ് വ്യത്യാസം വരുവാണെങ്കിൽ അത് ഏത് ഐസോമർസത്തിൽ പെടും, ഫങ്ഷണൽ ഐസോമർസത്തിൽ പെടും. ഇതാ നോക്കിയേ, മോളിക്കുലാർ ഫോർമുല C2H6O കണ്ടില്ലേ, രണ്ടിന്റെ മോളിക്കുലാർ ഫോർമുല ഒരുപോലെയാണ്. പക്ഷെ ഇവിടെ ഏത് ഗ്രൂപ്പാണ് വന്നത്, OH ഗ്രൂപ്പാണ് വന്നത് അല്ലേ. ഇവിടെ ഏത് ഗ്രൂപ്പ് വന്നു, OH ഗ്രൂപ്പ് ആണ് വന്നത്. ഇവിടെ ഏത് ഗ്രൂപ്പ് വന്നു, O വന്നു ഇല്ലേ. O എന്ന് പറയുമ്പോൾ ഏതാണ് അവിടെ വരുന്നത്, OH ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഇല്ലേ, ഇവിടെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആണ് വന്നത്. ഇവിടെ ഏതാണ് വന്നത്, ആൽക്കോക്സി ഗ്രൂപ്പ്, അതെ ഇല്ലേ. O എന്ന് പറയുമ്പോൾ ആൽക്കോക്സി ഗ്രൂപ്പ് അല്ലേ വരുന്നത്, ഈഥറിന്റെ ഇല്ലേ, ഈഥറിന്റെ കേസിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ സെയിം മോളിക്കുലാർ ഫോർമുലയാണ്, പക്ഷേ ഫങ്ഷണൽ ഗ്രൂപ്പ് വ്യത്യാസം വന്നു. ഇവിടെ ഹൈഡ്രോക്സി ഗ്രൂപ്പ് വന്നു, ഇവിടെ ഈഥർ ഇല്ല അല്ലെങ്കിൽ ആൽക്കോക്സി വന്നു. ക്ലിയർ ആയല്ലോ? അപ്പൊ അങ്ങനെയുള്ളതിനെ നമ്മൾ പറയും ഫങ്ഷണൽ ഐസോമർസം പറയും. പേരും അപ്പൊ വ്യത്യാസം വന്നില്ലേ, ഇവിടെ OH ഗ്രൂപ്പ് വന്നപ്പം ആൽക്കഹോളിന്റെ കേസിൽ വന്നു ഇല്ലേ, എഥനോളായി. ഇവിടെ എങ്ങനെയാണ്, മെതോക്സി മീഥേൻ ആണ് ഇല്ലേ, മെതോക്സി ആൽക്കോക്സി വന്നു ഇല്ലേ, മെതോക്സി മീഥേനായി. മനസ്സിലായല്ലോ? അപ്പം ഡിഫറൻസ് ഇൻ ദ ഫങ്ഷണൽ ഗ്രൂപ്പ്, അപ്പൊ അത് ഏതിൽ വരുന്നതാണ്, ഫങ്ഷണൽ ഐസോമർസം. ക്ലിയർ ആയല്ലോ? ദാ വേറെ എക്സാമ്പിൾ നോക്കിയേ, C3H6O സെയിം മോളിക്കുലാർ ഫോർമുല. ഇവിടെ ഏതൊക്കെയാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്, ഏതൊക്കെയാണ് ഇവിടെ വന്നത്, CHO ഏതാണ്, ആൾഡിഹൈഡ് അല്ലേ. CHO എന്ന് പറയുമ്പോൾ ആൾഡിഹൈഡ്, ഇവിടെ വന്നത് ആൾഡിഹൈഡ് ഗ്രൂപ്പാണ്. CO എന്ന് പറയുമ്പോൾ ഏതാണ്, കീറ്റോൺ അല്ലേ, കീറ്റോൺസ് ആണ് ഇവിടെ വന്നത് അല്ലേ, കീറ്റോൺസും വന്നു. ഫങ്ഷണൽ ഗ്രൂപ്പ് വ്യത്യസ്തമാണ്, പക്ഷെ മോളിക്കുലാർ ഫോർമുല എങ്ങനെയാണ്, അവിടെ സെയിം ആണ്. അപ്പൊ ദാറ്റ് ഈസ് എ ഫങ്ഷണൽ ഐസോമർസം, സെയിം മോളിക്കുലാർ ഫോർമുല. എന്താണ് അവിടെ വ്യത്യാസം വന്നത്, ഫങ്ഷണൽ ഗ്രൂപ്പിൽ വ്യത്യാസം വന്നു. ക്ലിയർ ആയല്ലോ? ദാറ്റ് ഈസ് എ ഫങ്ഷണൽ ഐസോമർസം. ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ
എപ്പോഴും ഹൈഡ്രോക്സിലിന്റെ കൂട്ടത്തിൽ, അതായത് OHന്റെ കൂട്ടത്തിൽ എപ്പോഴും വരുന്നത് എന്താണ്, നമ്മുടെ ഈഥർ ആയിരിക്കും വരുന്നത് കേട്ടോ. ഈഥർ ആയിരിക്കും എപ്പോഴും OH കമ്പൈൻ ചെയ്ത് വരുന്നത്. അതുപോലെ തന്നെ ആൽഡിഹൈഡ് ഉണ്ടല്ലോ, ആൽഡിഹൈഡിന്റെ കൂട്ടത്തിൽ വരുന്നത് കീറ്റോൺസും ആയിരിക്കും കേട്ടോ. അതും ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ചിലപ്പോൾ ചോദിക്കും എന്തെങ്കിലും ഒരു സ്ട്രക്ചർ വന്നിട്ട് അതിന്റെ ഫങ്ഷണൽ ഐസോമറിസം എഴുതാൻ ചോദിക്കാം. അപ്പോൾ അത് ഇങ്ങനെ ഒരു കേസാണെന്ന് വിചാരിച്ചു, ഈ ഒരു സ്ട്രക്ചർ വന്നിട്ട് ഇതിന്റെ ഫങ്ഷണൽ ഐസോമറിസം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതിൽ വരും, ഈഥർ ഉൾപ്പെടുന്നതായിരിക്കും വരുന്നത് കേട്ടോ. ഈഥർ ഉൾപ്പെടുന്നത് ഇതായിരിക്കും വരുന്നത് ഫങ്ഷണൽ ഐസോമർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ആൽഡിഹൈഡ് ഗ്രൂപ്പ് തരുവാണെങ്കിൽ, ഇതിന്റെ ആൽഡിഹൈഡ് വെച്ചിട്ടുള്ള സ്ട്രക്ചർ തരുവാണെങ്കിൽ അതിൽ വരുന്നത് എങ്ങനെയായിരിക്കും, കീറ്റോൺസ്. ഇപ്പം ഈ മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്, ഇതാ നോക്കിയോ, CH3 CH2 CH എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഇങ്ങനെ ഒരു ഐസോമർസ് നിന്നു. ഇതിന്റെ ഫങ്ഷണൽ ഐസോമർ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് ചോദിക്കുക. അപ്പൊ ഏത് വരും, ഇതിന്റെ ഫങ്ഷണൽ ഐസോമർസം വരുമ്പോൾ ഇതാണ് വരുന്നത്, കീറ്റോൺസ് ഉൾപ്പെടുന്നതാണ് വരുന്നത്. ക്ലിയർ ആയല്ലോ? സെയിം മോളിക്കുലർ ഫോമിൽ അവിടെ വരുമ്പോൾ കീറ്റോൺസ് ആണ് വരുന്നത്. ആ ഒരു ഐഡിയ, ഒരു ട്രിക്ക് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളൂ കേട്ടോ. അതായത് എന്ത് വരും, ആൽഡിഹൈഡിന്റെ കൂട്ടത്തിൽ കീറ്റോൺസും വരും. അതുപോലെ തന്നെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിന്റെ കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ ഏതാണ് വരുന്നത്, ഈഥറുമാണ് വരുന്നത്. മനസ്സിലായല്ലോ? ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരുന്നത്. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളതാണ് മെറ്റാമെറിസം കേട്ടോ. മെറ്റാമെറിസം പറഞ്ഞാൽ സെയിം മോളിക്കുലർ ഫോം, എല്ലാത്തിലും കണ്ട പോലെ തന്നെ സെയിം മോളിക്കുലർ ഫോമിലായിരിക്കും. പക്ഷെ എന്താണ്, ഡിഫറെന്റ് ആൽക്കൈൽ ഗ്രൂപ്പ്സ് അറ്റാച്ച്ഡ് ടു ഐദർ സൈഡ് ഓഫ് ദി ഫങ്ഷണൽ ഗ്രൂപ്പ്. ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ ഇരു സൈഡിലും ഡിഫറെന്റ് ആയിട്ടുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് ആയിരിക്കും വരുന്നത്. മനസ്സിലാവുന്നല്ലോ പറഞ്ഞത്, സെയിം മോളിക്കുലർ ഫോമിലാണ്, പക്ഷെ എന്താണ്, ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ആ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ ഇരുവശത്തും എങ്ങനെയായിരിക്കും, ഡിഫറെന്റ് ആയിട്ടുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് ആയിരിക്കും വരുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെറ്റാമെറിസം എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? എക്സാമ്പിൾ ഇവിടെ നോക്കാം കേട്ടോ. ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം. എനിക്ക് CH3 CH2 OCH2 CH3. ഇവിടെ ഏതാണ് വന്നത്, ഈഥറാണ് വന്നത് അല്ലേ, ഈഥറാണ് ഇവിടെ വന്നത്. അപ്പം ഈഥറിന്റെ ഇവിടെ രണ്ട് സൈഡിലും ഫങ്ഷണൽ ഗ്രൂപ്പ് ഈഥറാണല്ലേ വന്നത്. ഇതെന്ന് പറയുമ്പോൾ ആൽക്കോക്സൈഡ് ഇതല്ലേ വരുന്നത്. അപ്പൊ അതിന്റെ രണ്ട് സൈഡിലും ഉള്ള എന്താണ്, ആൽക്കൈൽ ഗ്രൂപ്പ് വ്യത്യസ്തമായിരിക്കും. മനസ്സിലായല്ലോ? ആൽക്കൈൽ ഗ്രൂപ്പ് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും വരുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ മെറ്റാമെറിസം എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇവിടെ എന്താണ്, ഇതിന്റെ പേരെങ്ങനെ വരും, എതോക്സി ഈഥേൻ എന്ന് വരും അല്ലേ. എതോക്സി ഈഥേൻ ആണ് വരുന്നത്. എന്താ ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ ആൽക്കോക്സി ഗ്രൂപ്പ് വന്നിട്ട് അതിന്റെ രണ്ട് സൈഡിലും എങ്ങനെയാണ്, ആൽക്കൈൽ ഗ്രൂപ്പ് വ്യത്യാസമാണ് ഇല്ല. അപ്പൊ ഇത് മെതോക്സി പ്രൊപ്പൈൻ എന്ന് വന്നു. മനസ്സിലായല്ലോ? ഇവിടെ ഈ ഒരു കേസിൽ വരുവാണെന്ന് നോക്കിയേ, CO ഇല്ലേ. CO എന്ന് പറയുമ്പോൾ എന്താണ്, കീറ്റോൺസ് അല്ലേ. കീറ്റോൺ ആണ് ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നിരിക്കുന്നത്. ദെൻ അതിന്റെ രണ്ട് സൈഡിലുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് അല്ലെ, ആൽക്കൈൽ ഗ്രൂപ്പ് വ്യത്യാസപ്പെട്ടിരിക്കും. ഇവിടെ നോക്കി, ഇവിടെ CO ആണ് വന്നിരിക്കുന്നില്ല. അപ്പം രണ്ട് സൈഡിൽ, അപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ എഴുതി, പെൻഡൻ 3 എന്ന രീതിയിൽ എഴുതി. ഇവിടെ വന്നപ്പോൾ എങ്ങനെയാണ്, ഇവിടെ ഈ CH3 CH2 വന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ എങ്ങനെ വന്നു, CH3 അല്ലേ. ഇവിടെ ഒരു വ്യത്യാസം വന്നല്ലോ. അപ്പം ഇങ്ങനെ ഒരു രീതിയിൽ വരുന്നതിനാണ് നമ്മൾ മെറ്റാമെറിസം എന്ന് പറയുന്നത്. ക്ലിയർ അല്ല? സെയിം മോളിക്കുലർ ഫോമിൽ തന്നെയാണ്. പക്ഷെ എന്താണ്, ഒരു കോമ്പൗണ്ട് തന്നു. അപ്പൊ അതിന്റെ ഇരുവശത്തും എന്താണ്, വ്യത്യാസപ്പെട്ടു വരും. ആൽക്കൈൽ ഗ്രൂപ്പ് വ്യത്യാസപ്പെട്ടു വരുവാണെങ്കിൽ അത് ഏതിൽ വരും, മെറ്റാമെറിസത്തിൽ വരും. ക്ലിയർ ആയ പറഞ്ഞത്? ഇപ്പൊ ഒരു കോമ്പൗണ്ട്, സപ്പോസ് ഈ ഒരു കോമ്പൗണ്ട് വന്നു. ഈ ഒരു കോമ്പൗണ്ടിന്റെ എന്താണ്, ഏതെങ്കിലും രണ്ട് മെറ്റാമറുകൾ എഴുതാൻ പറയുകയെന്ന് ചോദിച്ചു. ഏതെങ്കിലും രണ്ട് മെറ്റാമർ എഴുതാൻ ഒരെണ്ണം ഇതുപോലെ എഴുതാം. അതായത് ഇവിടെ ഓയല്ലേ, ഓയുടെ ഇവിടെ വ്യത്യാസപ്പെടുത്താം. ഇവിടെ നമുക്ക് ഒരെണ്ണം, ഒരു CH3 കൊടുക്കാം, ബാക്കിയുള്ള എല്ലാം ഇപ്പുറത്തേക്ക് കൊടുക്കാം. അതായത് അവിടെ ഒരു CH3 കൊടുത്തു, ഇവിടെ CH2 CH3 കൊടുത്തു. അപ്പോൾ ഒരെണ്ണം എഴുതി. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് മൂന്നാമത്തെ അല്ലേ, ഇപ്പൊ നാലാമത്തെ കേസിലേക്ക് എടുക്കാം. അതായത് ഈ ഒരു പൊസിഷനിലേക്ക് നമുക്ക്, അതായത് CH3 CH2 ഇവിടെ നമുക്ക് ഗ്രൂപ്പ് കൊടുക്കാം, ഫങ്ഷണൽ ഗ്രൂപ്പ് കൊടുക്കാം. അപ്പം രണ്ട് മെറ്റാമർ, അതായത് ഒരു സ്ട്രക്ചർ തന്നു അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് വന്നു, അതിന്റെ ഇരുവശത്തും നമുക്ക് ആൽക്കൈൽ ഗ്രൂപ്പ് വ്യത്യാസപ്പെടുത്തി വരുവാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, മെറ്റാമെറിസം എന്ന് പറയാം. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതാണ് ഐസോമെർസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. 4 തരത്തിലുള്ള ഐസോമെറിസം ആണുള്ളത്. കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അപ്പൊ മനസ്സിലായല്ലോ, 4 തരത്തിലുള്ള ഐസോമർസ് ആണുള്ള, ചെയിൻ ഐസോമർസ് ആണ്. ഇതിന്റെ എല്ലാത്തിനും പ്രത്യേകത എന്താണ്, സെയിം മോളിക്കുലർ ഫോമിൽ. അത് ഓർത്തിരിക്കട്ടെ, എല്ലാത്തിനും ഇങ്ങനെയാണ് സെയിം മോളിക്കുലർ ഫോമിൽ. അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. സെയിം മോളിക്കുലർ ഫോമിലാണ്. ചെയിൻ ഐസോമർസ് ആണെന്നുണ്ടെങ്കിൽ സ്ട്രക്ചർ ഓഫ് കാർബൺ ചെയിനിൽ വ്യത്യാസമായിരിക്കും. ഇനി പൊസിഷൻ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിരിക്കും, ഡിഫറെന്റ് ദ പൊസിഷൻ ഓഫ് ദി ഫങ്ഷണൽ ഗ്രൂപ്പ്. ഫങ്ഷണൽ ഐസോമർസ് ആണെങ്കിൽ എന്തായിരിക്കും, ഡിഫറെന്റ് ആയിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്.
ഇനി മെറ്റാമറസം, ഇത് മെറ്റാമറസം ആണ് കേട്ടോ. മെറ്റാമറസത്തിൽ പെടുന്നതാണെങ്കിൽ അതായിരിക്കും. മെറ്റാമറസത്തിൽ പെടുമ്പം എങ്ങനെയാണ്, സെയിം മോളിക്കുലർ ഫോമിലാണ്, പക്ഷേ ആൽക്കൈൽ ഗ്രൂപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് സൈഡിലുണ്ടാകുന്ന ആൽക്കൈൽ ഗ്രൂപ്പ് അങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ മെറ്റാമറസം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കമ്പൈൻ ചെയ്യാനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക കേട്ടോ. അപ്പോൾ തന്നെ ഇതുപോലത്തെ ഉള്ളൊരു ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ ഐസോമറസുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഐസോമറസുമായിട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾ പെയർ ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ. അപ്പോൾ ചെയിൻ ഐസോമറസ് ആണെന്നുണ്ടെങ്കിൽ ബ്രാഞ്ച് കാർബൺ ഉണ്ടല്ലോ, കാർബൺ ആറ്റത്തിൻ്റെ ആ ബ്രാഞ്ച് ഉണ്ടല്ലോ, അപ്പോൾ അതിലായിരിക്കും വ്യത്യാസം വരുന്നത്. അപ്പോൾ അത് അങ്ങനെയാണെങ്കിൽ ഏതിലായിരിക്കും വരുന്നത്? ഇതാ നോക്കിയേ, ചെയിൻ ഐസോമറസ് വരുമ്പം ഇതാ നോക്കിയേ, ഇവിടെ എല്ലാം ഫംഗ്ഷൻ ഗ്രൂപ്പ് ഒന്നും വരുന്നില്ല ചെയിനിൽ, നോർമൽ രീതിയിലുള്ള. അപ്പോൾ ഇതൊരു നോർമൽ രീതിയിലുള്ളതാണ്. 2ഉം വരാം. അതുപോലെ തന്നെ നോർമൽ രീതിയിൽ വരുന്നത് ഏതാണ്? 2ഉം 4ഉം. ഇതാ നോക്കിയേ, 2ഉം 4ഉം നോക്കുക. എല്ലാത്തിനും മോളിക്കുലർ ഫോമിൽ ആദ്യം എഴുതണം കേട്ടോ. മോളിക്കുലർ ഫോമിൽ ആദ്യം എഴുതി നോക്കുക, എന്നിട്ട് നോക്കുക കേട്ടോ. 2ഉം 4 എന്ന് പറയുമ്പം എന്താണ്, ഫംഗ്ഷൻ ഗ്രൂപ്പ് ഒന്നും വരുന്നില്ല. അപ്പോൾ അത് നമുക്ക് ചെയിൻ ഐസോമറസത്തിൽ പെടാം. മനസ്സിലായല്ലോ? അതാദ്യമേ മോളിക്കുലർ ഫോമിൽ ഇങ്ങനെ എഴുതി വെക്കുക കേട്ടോ. ഓരോന്നിൻ്റെ മോളിക്കുലർ ഫോമിൽ എഴുതി വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. ക്ലിയർ ആയല്ലോ? ഇനി അതുപോലെ തന്നെ അടുത്ത് നോക്കുക, പൊസിഷൻ ഐസോമറസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫംഗ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷനിൽ വ്യത്യാസം വരാം അല്ലേ. ഇവിടെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് വന്നിരിക്കുന്നത് ഇവിടെ ഒരു ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഒന്നാമത്തെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ OH ഗ്രൂപ്പ് വരുന്നത് ഇവിടെ വ്യത്യാസം വന്നിട്ടുണ്ട്. സെയിം മോളിക്കുലർ ഫോമിലാണ് 4 വരും, സെയിം മോളിക്കുലർ ഫോമിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ പെയർ ചെയ്യാൻ സാധിക്കും. മനസ്സിലായല്ലോ? ഇനി അടുത്ത് വരുന്നത് ഫംഗ്ഷണൽ ഐസോമറസം ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഇല്ലേ. ഫംഗ്ഷണൽ ഗ്രൂപ്പ് വ്യത്യസ്തമായിട്ടായിരിക്കും. സെയിം മോളിക്കുലർ ഫോമിലെ ഫംഗ്ഷണൽ ഗ്രൂപ്പും. അപ്പോൾ അത് നോക്കുക കേട്ടോ. സെയിം എല്ലാത്തിനെയും മോളിക്കുലർ ഫോമിൽ എഴുതി കഴിയുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഏത് രീതിയിലാണ് വരുന്നതെന്നുള്ളത്. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നിങ്ങൾ കൃത്യമായിട്ടൊന്ന് അനലൈസ് ചെയ്യട്ടെ. വീഡിയോ പോസ് ചെയ്തിട്ട് കൃത്യമായിട്ട് ആ മോളിക്കുലർ ഫോമുല വെച്ച് അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ടത് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. ചെയ്ത് നോക്കുക. ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിന്റെ ഫുൾ റിവിഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. എല്ലാ പോയിന്റ്സുകളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ആ പറഞ്ഞിരിക്കുന്ന ഐഡിയ വെച്ച് പോയിന്റുകൾ മാത്രം വെച്ച് എല്ലാവരും പഠിക്കുക കേട്ടോ. നോമൻക്ലേച്ചർ പേരെഴുതാൻ കൃത്യമായിട്ട് പഠിക്കണം, അത് ചോദിക്കുന്നതാണ്. അത് അൺസാച്ചുറേറ്റഡിന് ചോദിക്കുന്നതാണ്. പിന്നെ ഫംഗ്ഷണൽ ഗ്രൂപ്പിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതാണ്. പിന്നെ ഐസോമർസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടായിരിക്കും. അത് മിക്കപ്പോഴും ആ പെയറിംഗ് ഉണ്ടല്ലോ, പെയറിംഗ് ചെയ്യാനായിരിക്കും മിക്കപ്പോഴും ചോദിക്കുന്നത്. അപ്പം പെയറിംഗ് ചെയ്യാൻ ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യമേ എല്ലാത്തിൻ്റെയും മോളിക്കുലർ ഫോമിൽ ആദ്യമേ എഴുതുക കേട്ടോ. മോളിക്കുലർ ഫോമിൽ എഴുതി വെച്ച് നോക്കുക ഏതൊക്കെ തമ്മിലാണ് പെയർ ചെയ്യാൻ സാധിക്കുന്നത്. 4 ഐസോമർസുമാണുള്ളത്. അപ്പോൾ അവിടെ പെയർ ചെയ്യാൻ സാധിക്കുന്ന ഏതാണെന്നുള്ളത് വ്യക്തമായിട്ട് നോക്കി വെച്ച് ചെയ്യുക കേട്ടോ. അപ്പം ഈ ഒരു ചാപ്റ്ററിന്റെ 1 ഷോട്ട് വീഡിയോ എല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. അപ്പം ഇതുപോലെ മറ്റൊരു ചാപ്റ്ററിന്റെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. എല്ലാവരും നല്ലതുപോലെ പഠിക്കുക.